ഹലോ മക്കളെ, നമ്മൾ ഇന്ന് കറണ്ട് അഫയേഴ്സിൻ്റെ ക്ലാസ്സാണ് എടുക്കുന്നത്. അപ്പോൾ കഴിഞ്ഞ 2 ദിവസങ്ങളിലായിട്ട് നമ്മൾ കറണ്ട് അഫയേഴ്സ് തന്നെയാണല്ലോ എടുത്തിരുന്നത്. ഇന്ത്യയുമായി ബന്ധപ്പെട്ട് 2024 സംഭവിച്ച എല്ലാ കാര്യങ്ങളും നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. മാക്സിമം എല്ലാ കാര്യങ്ങളും ഉൾപ്പെടുത്തിക്കൊണ്ട് എക്സ്പ്ലെയിൻ ചെയ്തും കോഡ് വെച്ചിട്ടൊക്കെയാണ് ക്ലാസ് എടുത്തിട്ടുണ്ടായിരുന്നത്. നിങ്ങളെല്ലാവരും കേട്ടിട്ടുണ്ടാകും, നിങ്ങളെല്ലാവരും പഠിച്ചിട്ടുണ്ടാകും എന്നുള്ള വിശ്വാസത്തോടു കൂടി ഇന്ന് നമ്മൾ 2024 കേരളത്തിൽ സംഭവിച്ച കാര്യങ്ങളാണ്. 2024 കേരളവുമായി ബന്ധപ്പെട്ട് എക്സാമിന് PSC എക്സാമിന് ചോദിക്കാൻ സാധ്യതയുള്ള എല്ലാ കറണ്ട് അഫയേഴ്സ് ആണ് നമ്മൾ ഇന്ന് പറയുന്നത്. ഇപ്പം അടുത്ത കാലത്ത് നടന്ന PSC എക്സാമുകൾ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും കൃത്യമായിട്ട് ഈ നമ്മുടെ നോബൽ പ്രൈസിൽ നിന്നും തീർച്ചയായിട്ടും ഒരു ചോദ്യം ഉണ്ടാവും. അതേപോലെ തന്നെ ബഹിരാകാശ മേഖലയിൽ നിന്നും നിർബന്ധമായിട്ട് ഒരു ചോദ്യം സ്ഥിരം ചോദിക്കാറുണ്ട് അല്ലേ. ബഹിരാകാശ മേഖലയിൽ നിന്നും ഒരു ചോദ്യം വരാറുണ്ട്. അതേപോലെ തന്നെ വേദികൾ, പലതരത്തിലുള്ള സബ്മിറ്റുകൾ, ഇപ്പോൾ സാർക്ക് സബ്മിറ്റ് അല്ലെങ്കിൽ ബ്രിസ്ക് സബ്മിറ്റ്, G20 സബ്മിറ്റ്, അങ്ങനത്തെ സബ്മിറ്റുകൾ നടന്നതോ അല്ലെങ്കിൽ കായിക മേളകൾ നടന്നതോ ആയിട്ടുള്ള വേദികൾ PSC സ്ഥിരം ചോദിക്കാറുണ്ട്. പിന്നെ ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ വരുന്നത് കേരളം എന്നുള്ള ഭാഗത്തു നിന്നാണ്. ഏറ്റവും കൂടുതൽ കറണ്ട് അഫയേഴ്സ് ചോദ്യം വരെ കേരളത്തിൽ നിന്നാണ്. അതായത് കേരളത്തിൽ കൊണ്ടുവന്നിട്ടുള്ള പദ്ധതികൾ, ഇപ്പോൾ കേന്ദ്ര സർക്കാരിൻ്റെ പദ്ധതികൾ ചോദിക്കുന്നില്ല എന്നല്ല പറയുന്നത്, കൂടുതലും കേരള സർക്കാർ കൊണ്ടുവന്നിട്ടുള്ള പദ്ധതികൾ അല്ലെ, അതുപോലെ കേരളത്തിനുണ്ടായിട്ടുള്ള മുന്നേറ്റങ്ങൾ, കേരളത്തിലെ പ്രധാന സംഭവങ്ങളൊക്കെയാണ് ഏറ്റവും കൂടുതൽ PSC ചോദ്യങ്ങളിൽ ഉൾപ്പെടുത്താറുള്ളത്. അപ്പോൾ ഈ ഭാഗം നന്നായി പഠിക്കുക. മാക്സിമം കാര്യങ്ങൾ കോഡ് വെച്ച് പറഞ്ഞതിൻ്റെ എക്സ്പ്ലെയിൻ ചെയ്യേണ്ടതെല്ലാം എക്സ്പ്ലെയിൻ ചെയ്ത് പോകുന്നുണ്ട്. ക്ലാസ് നിങ്ങൾക്ക് തീർച്ചയായും ഉപകാരപ്പെടും എന്നുള്ള വിശ്വാസത്തോടു കൂടി നമുക്ക് തുടങ്ങാം. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ കേരള പുരസ്കാരങ്ങളാണ് പറയുന്നത്. കേരള പുരസ്കാരങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ കേന്ദ്ര സർക്കാർ പത്മവിഭൂഷൺ, പത്മഭൂഷൺ, പത്മശ്രീ എന്ന് പറഞ്ഞിട്ട് പത്മ പുരസ്കാരങ്ങൾ നൽകുന്നുണ്ടല്ലേ. അതേ മാതൃകയിൽ 2022 മുതൽ കേരള സർക്കാർ നൽകുന്ന പുരസ്കാരങ്ങളാണ് കേരള പുരസ്കാരങ്ങൾ അല്ലെ. എന്തൊക്കെയാണ് വരുന്നത്? ആദ്യം കേരള ജ്യോതി, പിന്നെ അതിനുശേഷം കേരള പ്രഭ, പിന്നെ കേരളശ്രീ. കേരള ജ്യോതിയാണ് ഏറ്റവും ഉയർന്ന പുരസ്കാരം. അത് ഒരാൾക്ക് മാത്രമേ കൊടുക്കുള്ളൂ. കേരള ജ്യോതി പുരസ്കാരം ഒരാൾക്ക് മാത്രമാണ് കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് കേരള പ്രഭ പുരസ്കാരം 2 പേർക്കാണ് കൊടുക്കുക. 2 പേർക്കാണ് കേരള പ്രഭ പുരസ്കാരം കൊടുക്കാം. എന്നാൽ 2ൽ കൂടുതൽ പേർക്കും കൊടുത്തിട്ടുണ്ട്. ഇപ്പം നമ്മൾ ഏറ്റവും ആദ്യം 2022 കൊടുത്തപ്പോൾ 3 പേർക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു. 3 പേർക്ക് 2022 കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ 2024 2 പേർക്കേ കൊടുത്തിട്ടുള്ളൂ. പക്ഷേ സാധാരണ രീതിയിൽ കേരള പ്രഭ പുരസ്കാരം 2 പേർക്കാണ് കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് പിന്നെ കേരളശ്രീ, ഏറ്റവും താഴെ കേരളശ്രീ, അത് 5 പേർക്കാണ് കൊടുക്കുക. 5ൽ കൂടുതലും കൊടുക്കാറുണ്ട്. മനസ്സിലായി? പക്ഷേ ഈ ടോട്ടൽ പുരസ്കാരങ്ങൾ 10ൽ കൂടാൻ പാടില്ല. നമ്മൾ പറഞ്ഞത് ഏറ്റവും ടോപ്പിൽ കേരള ജ്യോതി ഒരാൾക്ക്, കേരള പ്രഭ 2 പേർക്ക്, കേരളശ്രീ 5 പേർക്ക്. അപ്പോൾ അവിടെ 8അല്ലേ വരുന്നത്. ഇനി ഇതിൽ വേണമെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരാൾക്ക് കൂടുതൽ കൊടുക്കാം. ഏതെങ്കിലുമൊക്കെ മേഖലയിൽ, അത് കേരളശ്രീയോ കേരള പ്രഭയ്ക്കോ കൂടുതലായിട്ട് കൊടുക്കാം. പക്ഷേ ഈ ടോട്ടൽ കൊടുക്കുന്നവരുടെ എണ്ണം 10ൽ കൂടാൻ പാടില്ല എന്നുള്ള കാര്യം ജസ്റ്റ് ഓർത്ത് വയ്ക്കാം. എങ്ങാനും സ്റ്റേറ്റ്മെന്റ് ആയിട്ട് എങ്ങാനും തന്നാലോ. അപ്പൊ കേരള ജ്യോതിയാണ് ഏറ്റവും ഉയർന്ന പുരസ്കാരം, ഒരാൾക്കാണ് കൊടുക്കുക. കേരള പ്രഭ 2 പേർക്കാണ് കൊടുക്കുക. കേരളശ്രീ 5 പേർക്കാണ് കൊടുക്കുക. ഇനി ടോട്ടൽ പുരസ്കാരങ്ങൾ ഒരിക്കലും 10ൽ കൂടുതൽ പേർക്ക് കൊടുക്കാൻ പറ്റില്ല എന്നുള്ള കാര്യം ഓർത്തിരിക്കാം. ഇനി നമുക്ക് പഠിക്കാം കേരള ജ്യോതി പുരസ്കാരം. കേരള ജ്യോതി പുരസ്കാരം മിക്കപ്പോഴും ഏതെങ്കിലും എഴുത്തുകാർക്കാണ് കിട്ടുക. കേരള ജ്യോതി പുരസ്കാരം 2022 ആദ്യം കൊടുത്തത് MT വാസുദേവൻ നായർക്കാണ്. അത് ഓർത്തു വെക്കണം. കാരണം MT വാസുദേവൻ നായർ ഇപ്പം അടുത്ത് മരണപ്പെട്ടതുകൊണ്ട് ഓർത്തു വെക്കുക. 2022 ഏറ്റവും ആദ്യത്തെ കേരള ജ്യോതി പുരസ്കാരം കൊടുത്തത് MT വാസുദേവൻ നായർക്കാണ്. അത് കഴിഞ്ഞിട്ട് പിന്നത്തെ വർഷം 2023 കൊടുത്തത് T പത്മനാഭനാണ് കൊടുത്തത്. T പത്മനാഭൻ എഴുത്തുകാരനാണെന്ന് എല്ലാവർക്കും അറിയാലോ. 2ാമത്തെ വർഷം T പത്മനാഭനാണ് കൊടുത്തത്. ഇപ്പം 3ാമത്തെ വർഷം 2024 കൊടുത്തത് MK സാനുവിനാണ്. MK സാനുവിനെ എല്ലാവർക്കും അറിയാം. MK സാനുവിനാണ് 3ാമത്തെ വർഷം കൊടുത്തത്. അപ്പം 2022 MT വാസുദേവൻ നായർക്കാണ്, 2023 T പത്മനാഭനാണ്, 2024 MK സാനുവിനാണ് കിട്ടിയത്. അപ്പം ഇപ്പം ആർക്കാണ് കിട്ടിയത്? MK സാനുവിനാണ് കിട്ടിയത്. ഇവർ 3 പേരും എഴുത്തുകാരല്ലേ? അതെ. അടുത്തത് കേരള പ്രഭ പുരസ്കാരം. പ്രഭ എന്ന് പറഞ്ഞാൽ തന്നെ ഒരു വെളിച്ചല്ലേ, ഒരു വെളിച്ചാണല്ലേ. അപ്പം നമുക്ക് അതുമായി ബന്ധപ്പെട്ട് S സോമനാഥ് ആരാണെന്ന് എല്ലാവർക്കും അറിയാം. നമ്മുടെ ISROന്റെ ചെയർമാൻ ആയിരുന്നു അല്ലെ. S സോമനാഥിനും അതുപോലെ ഭുവനേശ്വരിക്കാണ് എന്ത് കിട്ടിയിട്ടുള്ളത്? കേരള പ്രഭ പുരസ്കാരം കിട്ടിയിട്ടുള്ളത്. S സോമനാഥിന് കിട്ടിയത് നമുക്ക് എന്തായാലും അറിയാം. ഈ ചന്ദ്രയാൻ 3 വിക്ഷേപിച്ച് അതിന്റെ വിജയവുമായി ബന്ധപ്പെട്ടാണ് S സോമനാഥിന് കൊടുത്തത്. ഭുവനേശ്വരി എന്ന് പറഞ്ഞാൽ കൃഷിയാണ്. അതായത് ഒരു തരിശുഭൂമി, 24 ഏക്കറോളം വരുന്ന തരിശുഭൂമി അവിടെ കൃഷി ചെയ്ത് അവിടെ വിളവുണ്ടാക്കിയതിനാണ് ഈ ഭുവനേശ്വരി എന്ന് പറഞ്ഞ കർഷകയ്ക്ക് നൽകിയിട്ടുള്ളത്. അപ്പൊ ഈ 2 പേരിലും ഒന്ന് സോമനാഥ് എന്ന് പറയുമ്പോൾ നമ്മൾ ചന്ദ്രനെയും സോമൻ അല്ലെ, ശശി സോമൻ എന്നൊക്കെ പറയുന്നത് ചന്ദ്രന്റെ പര്യായങ്ങളാണ്.
സോമനാഥൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാലും ശിവനെ പറയും സോമനാഥൻ. അപ്പൊ രണ്ടും. അതേപോലെ ഭുവനേശ്വരി, അവിടെ ഒരു ഈശ്വരി വരുന്നുണ്ട്, ദൈവമാണല്ലേ. അപ്പൊ ഇവർക്ക് ചുറ്റൊക്കെ ഒരു പ്രകാശം ഉണ്ടാവുമല്ലോ, ചന്ദ്രന് ചുറ്റാണെങ്കിലും പ്രകാശം ഉണ്ടാവും. ഇതിനല്ല സോമനാഥ് എന്നുള്ളത് ശിവനാക്കി എടുക്കുകയാണെങ്കിലും ശിവന് ചുറ്റും ഒരു പ്രകാശം ഉണ്ടാവും, ദൈവമല്ലേ. ഭുവനേശ്വരി ഈശ്വരിയാണ്, അപ്പൊ അവിടെ ഒരു പ്രകാശം ഉണ്ടാവും അല്ലെ. അപ്പൊ കേരള പ്രഭ പുരസ്കാരം കിട്ടിയത് ഇവർക്ക് രണ്ടുപേർക്കാണെന്ന് ഓർക്കാൻ പറ്റും. കേരള പ്രഭ പുരസ്കാരം കിട്ടിയത് എസ് സോമനാഥനും ഭുവനേശ്വരിക്കാണ്. എസ് സോമനാഥ് ആരാണെന്ന് എല്ലാവർക്കും അറിയാലോ. അപ്പൊ ചന്ദ്രയാൻ 3ന്റെ വിക്ഷേപണത്തിൽ ഉണ്ടായ വിജയവുമായി ബന്ധപ്പെട്ടാണ് എസ് സോമനാഥിന് കേരള പ്രഭ പുരസ്കാരം നൽകിയത്. ഭുവനേശ്വരി എന്നുള്ളത് കർഷകയാണ്. കാരണം 24 ഏക്കറോളം വരുന്ന കൃഷിഭൂമി, തരിശുഭൂമിയായിരുന്നു. അവിടെ കൃഷി ചെയ്ത് വിളവ്, നല്ല രീതിയിലുള്ള വിളവുണ്ടാക്കി. അതിനാണ് ഭുവനേശ്വരിക്ക് കേരള പ്രഭ പുരസ്കാരം നൽകിയത്. ഇനി കേരള ശ്രീ പുരസ്കാരം. കേരള ശ്രീ എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ വിജയശ്രീ നോർത്താൽ മതി. വിജയശ്രീ ലാളിതനായി എന്നൊക്കെ പറയാറില്ലേ. അപ്പൊ അവിടെ തന്നെ 2 പേര് കിട്ടി. വിജയശ്രീ എന്ന് പറയുമ്പോൾ വി വെച്ചിട്ട് വിമല മേനോൻ, വി വെച്ചിട്ട് വിമല മേനോൻ, കലാമണ്ഡലം വിമല മേനോൻ. അവർ കലയുമായി ബന്ധപ്പെട്ടാണ്. അത് കേൾക്കുമ്പോൾ തന്നെ അറിയാലോ, കലാമണ്ഡലം വിമല മേനോൻ കലയുമായി ബന്ധപ്പെട്ടാണ്. അടുത്തത് ഡോക്ടർ ടി കെ ജയകുമാർ. ഡോക്ടർ ടി കെ ജയകുമാർ ഡോക്ടറാണ്. അപ്പൊ അത് ആരോഗ്യവുമായി ബന്ധപ്പെട്ടാണ്. പിന്നെ അടുത്തത് നാരായണ ഭട്ടത്തിരി. നാരായണ ഭട്ടത്തിരി എന്ന് പറഞ്ഞാൽ കാലിഗ്രഫി. കാലിഗ്രഫി എന്ന് വെച്ചാൽ എന്താണ്? മനോഹരമായിട്ട് എഴുതുന്നതിനെയാണ് അല്ലെ നമ്മൾ കാലിഗ്രഫി എന്ന് പറയാം അല്ലെ. അപ്പൊ ഈ നമ്മൾ സാധാരണ എഴുതുന്ന പോലെയല്ല, നിങ്ങൾ അവിടെ നോക്കിയാൽ കാണാൻ പറ്റും. ഈ നാരായണ ഭട്ടത്തിരിപ്പാട് അവരുടെ ഫേസ്ബുക്ക് പേജിലൊക്കെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഒരുപാട് മനോഹരമായിട്ടുള്ള എഴുത്തുകൾ കാണാൻ പറ്റും. പല രീതിയിൽ അക്ഷരങ്ങൾ, നമ്മൾ സാധാരണ എഴുതുന്ന അക്ഷരങ്ങൾ വളരെ മനോഹരമായിട്ടൊക്കെ എഴുതി അദ്ദേഹം ഒരു കല തന്നെ, ഒരു എഴുത്തിലൊരു കല തന്നെ കൊണ്ടുവന്നിട്ടുണ്ട് അദ്ദേഹം. അദ്ദേഹത്തിന് നാരായണ ഭട്ടത്തിരി, മലയാളത്തിലെ കാലിഗ്രഫിയുടെ പിതാവ് എന്നങ്ങാണ്ടാണ് ഈ നാരായണ ഭട്ടത്തിരിപ്പാട് അറിയപ്പെടുന്നത് തന്നെ. അപ്പൊ അദ്ദേഹത്തിന് ഈ കേരളശ്രീ പുരസ്കാരം കിട്ടിയിട്ടുണ്ട്. പിന്നെ സഞ്ജു സാംസൺ. സഞ്ജു സാംസൺ എന്തായാലും എല്ലാവർക്കും അറിയാലോ ആരാണെന്നുള്ളത്. അടുത്തത് ഷൈജ ബേബി. ഷൈജ ബേബി എന്നുള്ളത് ഒരു ആശാ വർക്കറാണ്. അപ്പൊ ഇവർക്ക് എന്തിനാ കിട്ടിയെന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മുടെ ചൂരൽ മലയിൽ ഉരുൾപൊട്ടൽ ഉണ്ടായ സമയത്ത് വളരെ മികച്ച ഒരു രക്ഷാപ്രവർത്തനമാണ് ഇവർ കാഴ്ചവെച്ചത്. ചൂരൽമലയിൽ ഉരുൾപൊട്ടലുണ്ടായി മണ്ണ് മൂടിയപ്പോൾ ഈ മണ്ണിനുള്ളിൽ പുതഞ്ഞു കിടക്കുന്ന ഒരുപാട് പേര്, 1000-ലധികം പേരെയാണ് ഈ ആശാ വർക്കർ ആയിട്ടുള്ള ഷൈജ ബേബി തിരിച്ചറിഞ്ഞത്. അപ്പൊ അവരുടെ ആ സമയത്തുള്ള ആ പ്രവർത്തനത്തിനാണ് ഷൈജ ബേബിക്ക് കേരളശ്രീ പുരസ്കാരം നൽകിയത്. പിന്നെ വി കെ മാത്യൂസ് എന്നുള്ളത് വ്യവസായവുമായി ബന്ധപ്പെട്ട വ്യക്തിയാണ്. അപ്പൊ ഈ 5 പേർക്കാണ് കേരളശ്രീ പുരസ്കാരം കിട്ടിയിട്ടുള്ളത്. അപ്പൊ ഇത് ഓർത്തിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഇങ്ങനെ കേരളശ്രീ അല്ല, അപ്പൊ വിജയശ്രീ ആവാൻ അല്ലെങ്കിൽ വിജയശ്രീ ആവാൻ അല്ലെങ്കിൽ വിജയം കൈവരിക്കാൻ ഇപ്പോൾ NSS സ്കൂളിൽ പഠിച്ചാൽ മതിയെന്നോ അല്ലെങ്കിൽ SN സ്കൂൾ എന്നൊക്കെ പറഞ്ഞു നിങ്ങൾ കേൾക്കാറില്ലേ, ശ്രീനാരായണ ഗുരുവിന്റെ ഒക്കെ സ്കൂളുകൾ SN സ്കൂളിൽ പഠിച്ചാൽ മതിയെന്നോ ഓർത്തേക്കാം. വിജയം കൈവരിക്കാൻ വേണ്ടിയിട്ട് NSS എന്ന് വെച്ചാൽ നായർ സർവീസ് സൊസൈറ്റി അല്ലേ, NSS സ്കൂളിൽ പഠിച്ചാൽ മതിയെന്നോ അല്ലെങ്കിൽ SN സ്കൂളിൽ പഠിച്ചാൽ മതിയെന്നോ എന്തെങ്കിലും ഒരു കോഡിന് വേണ്ടി മാത്രമാണ് അങ്ങനെ ഓർത്തു വെക്കാം. അപ്പൊ എന്ന് വെച്ചാല് വിജയിക്കാൻ എന്ന് പറയുമ്പോൾ വിമല മേനോൻ, ജയിക്കാൻ ജയ എന്നുള്ളത് ഡോക്ടർ ജയകുമാർ, NSS അല്ലെങ്കിൽ SN സ്കൂള് എന്തായാലും മതി. അപ്പൊ N എന്നുള്ളത് നാരായണ ഭട്ടത്തിരിപ്പാട് കാലിഗ്രഫിയാണ്. S എന്നുള്ളത് ഒന്ന് സഞ്ജു സാംസണും പിന്നൊന്ന് ഷൈജ ബേബിയും. മതി എന്നുള്ളത് മാത്യൂസ്. അപ്പൊ ഈ 5 പേര് പഠിച്ചോ. വിജയിക്കാൻ NSS സ്കൂളിൽ പഠിച്ചാൽ മതി. അപ്പൊ വിമല മേനോൻ, ജയകുമാർ, N നാരായണ ഭട്ടത്തിരി, S സഞ്ജു സാംസൺ, ഷൈജ ബേബി, മതി എന്നുള്ളത് മാത്യൂസ്. കിട്ടിയോ നിങ്ങൾക്ക്? അപ്പൊ കേരള ജ്യോതി പുരസ്കാരം എഴുത്തുകാരനായിട്ടുള്ള MK സാനുവിനാണ് കിട്ടിയത്. കേരള പ്രഭ പുരസ്കാരം 2 പേർക്കുണ്ട്. പ്രഭ എന്ന് പറയുമ്പോൾ തന്നെ പ്രകാശാണ്. അപ്പൊ പ്രകാശവുമായി ബന്ധപ്പെട്ട ഒന്ന് S സോമനാഥും പിന്നൊന്ന് ഭുവനേശ്വരിക്കാണ് കിട്ടിയത്. കേരള ശ്രീ പുരസ്കാരം കിട്ടിയതാണ് ഞാൻ പറഞ്ഞത്, കേരള ശ്രീ അല്ലെ. അപ്പൊ വിജയശ്രീ ലാളിതവനാവൻ. അപ്പൊ അങ്ങനെ പഠിക്കുമ്പോൾ നമുക്ക് ആ ശ്രീ കണക്ട് ചെയ്യാൻ പറ്റും. വിജയശ്രീ ആവാൻ അല്ലെങ്കിൽ വിജയിക്കാൻ വേണ്ടിയിട്ട് NSS സ്കൂളിൽ പഠിച്ചാൽ മതി. കിട്ടിയെന്ന് ഞാൻ വിചാരിക്കുന്നു. നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. അടുത്ത നമ്മൾ സ്വരാജ് ട്രോഫി പുരസ്കാരമാണ് പറയുന്നത്. സ്വരാജ് ട്രോഫി പുരസ്കാരം 2022-23 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2022-23 കാലയളവിലുള്ള മികച്ച പ്രവർത്തനത്തിന് 2024 നൽകാല്ലേ. അപ്പൊ 2024 നൽകിയ പുരസ്കാരമാണ് സ്വരാജ് ട്രോഫി പുരസ്കാരം 2022-23 എന്നുള്ളത്. അതിൽ നമുക്കറിയാലോ, അതായത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് മികച്ച പ്രകടനം കാഴ്ചവെച്ച തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് നൽകുന്ന പുരസ്കാരമാണ് സ്വരാജ് ട്രോഫി പുരസ്കാരം എന്നുള്ളത്. PSCക്ക് വളരെ ഇഷ്ടപ്പെട്ടാണ്, സ്ഥിരം ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട് ഈ സ്വരാജ് ട്രോഫിയിൽ നിന്നും. അപ്പൊ ഒന്നാമത്തെ കാറ്റഗറി നമുക്കറിയാലോ 3 തലത്തിലാണല്ലേ.
ത്രിതല സംവിധാനമാണ് നമ്മുടെ പഞ്ചായത്ത് രാജ് സിസ്റ്റം എന്ന് പറയുന്നത്. ഏറ്റവും അടിയിൽ ഗ്രാമപഞ്ചായത്ത്, പിന്നെ ബ്ലോക്ക് പഞ്ചായത്ത്, ജില്ലാ പഞ്ചായത്ത്, ഗ്രാമപഞ്ചായത്ത്, ബ്ലോക്ക് പഞ്ചായത്ത്, ജില്ലാ പഞ്ചായത്ത്. ഏറ്റവും ടോപ്പിലാണ് എന്ത് വരുന്നത്? ജില്ലാ പഞ്ചായത്ത്. അപ്പൊ ജില്ലാ പഞ്ചായത്ത് എന്ന് പറയുമ്പോഴും നമുക്ക് 14 ജില്ലയല്ലേ ഉള്ളത്. നമ്മുടെ 14 ജില്ലയിൽ നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ടത് നമ്മുടെ തലസ്ഥാന നഗരിയായിട്ടുള്ള തിരുവനന്തപുരം തന്നെയാണല്ലേ. അപ്പൊ നമുക്ക് ഫസ്റ്റ് ജില്ലാ പഞ്ചായത്ത് തിരുവനന്തപുരത്തിന് തന്നെ കൊടുക്കാം. തിരുവനന്തപുരം തൊട്ടപ്പുറത്ത് തന്നെ കിടക്കുന്നത് കൊല്ലം. അപ്പോൾ 1-ാം സ്ഥാനം തിരുവനന്തപുരത്തിനും 2-ാം സ്ഥാനം കൊല്ലത്തിനുമാണ്. ജില്ലാ പഞ്ചായത്തിലെ ഏറ്റവും മികച്ച ജില്ലാ പഞ്ചായത്തായിട്ട് തിരുവനന്തപുരം, നെക്സ്റ്റ് കൊല്ലം. തിരുവനന്തപുരം, നെക്സ്റ്റ് കൊല്ലം. പഠിച്ചോ? അടുത്തത് ബ്ലോക്ക് പഞ്ചായത്ത്. ബ്ലോക്ക് പഞ്ചായത്ത് നമുക്ക് കോഡ് ഉണ്ടാക്കുമ്പോൾ എപ്പോഴും ആ വാക്കിൽ നിന്നാണ് നമുക്ക് കോഡ് ഉണ്ടാക്കുക അല്ലെ. ബ്ലോക്ക് പഞ്ചായത്ത് എന്ന് പറയുമ്പോൾ ബ്ലോക്ക് എവിടെയോ എന്തോ ബ്ലോക്ക് ആയിരിക്കുകയാണ് അല്ലെ, എന്തോ ബ്ലോക്ക് വന്നിരിക്കുകയാണ്. നമ്മൾ സാധാരണ എവിടെയെങ്കിലുമൊക്കെ പോകുമ്പോൾ ബ്ലോക്ക്, റോഡിലൊക്കെ ബ്ലോക്ക് ഉണ്ടാവാറുണ്ട്. അപ്പോൾ ബ്ലോക്ക് ഉണ്ടാവാൻ കാരണം എന്നുള്ളത് ഒരു നീളത്തിലുള്ള ഒരു പെരുമ്പാമ്പ്, നീളത്തിലുള്ളതെന്നോ അല്ലെങ്കിൽ നീല കളർ ഉള്ളതെന്നോ എന്തായാലും ഓർക്കാം. നീല കളർ ഉള്ള ഒരു പെരുമ്പാമ്പ് ഇങ്ങനെ വഴിയിൽ ഇങ്ങനെ റോട്ടിൽ ഇങ്ങനെ നീണ്ടു നിവർന്ന് കിടക്കുകയാണ്. അപ്പൊ നമുക്ക് പാമ്പിന്റെ മുകളിൽ കൂടി എടുത്തു പോകാൻ പറ്റും വണ്ടി? ഇല്ല. ഇനി പാമ്പിനെ ആർക്കെങ്കിലും പോയി എടുത്തു മാറ്റാനുള്ള ധൈര്യം ഉണ്ടാവോ? ഇല്ല. ആരെങ്കിലൊക്കെ വിളിച്ചിട്ട് വേണം അല്ലേ, വാവാ സുരേഷിനെ അങ്ങനെ വിളിച്ചിട്ട് വേണം. അപ്പൊ ഓട്ടോമാറ്റിക്കലി നമ്മൾ വൈകും ഇല്ലേ. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് വൈകി. അപ്പൊ ബ്ലോക്ക് പഞ്ചായത്ത് എന്ന് പറയുമ്പോൾ ബ്ലോക്ക് ഉണ്ടായി. ബ്ലോക്ക് ഉണ്ടാവാൻ കാരണം എന്താണ്? ഒരു വലിയ നീളത്തിലുള്ള ഒരു പെരുമ്പാമ്പ്. നീളത്തിലുള്ള പെരുമ്പാമ്പെന്നോ നീല കളറുള്ള പെരുമ്പാമ്പെന്നോ ഓർക്കാം. നീല കളറുള്ള ഒരു പെരുമ്പാമ്പ് ഇങ്ങനെ റോട്ടിൽ കിടക്കുകയാണ്, അതുകൊണ്ടാണ് വൈകിയത്. ഓർത്തോ നിങ്ങൾ? അപ്പൊ ഈ ബ്ലോക്ക് പഞ്ചായത്തിന് കിട്ടിയത് നീളത്തിലുള്ള പെരുമ്പാമ്പ് അല്ലെ, അല്ലെങ്കിൽ നീല കളറുള്ള പെരുമ്പാമ്പ്. അപ്പൊ നീലേശ്വരം, ഒന്ന് നീലേശ്വരം, പിന്നെ ഒന്ന് പെരുമ്പാമ്പ് എന്നതിൽ നിന്നും പെരുമ്പടപ്പ്. പെരുമ്പടപ്പ് ബ്ലോക്ക് പഞ്ചായത്ത്, അതുകൊണ്ടാണ് വൈകിയത്, വൈക്കം. ഈ 3 ബ്ലോക്ക് പഞ്ചായത്തുകൾക്കും 1-ാം സ്ഥാനം കിട്ടിയിട്ടുണ്ട്. ഏതിനൊക്കെയാണ്? നീലേശ്വരം, നീല കളറുള്ള. അപ്പൊ നീലേശ്വരം ബ്ലോക്ക് പഞ്ചായത്ത്, കാസർഗോഡാണ് നീലേശ്വരം ബ്ലോക്ക് പഞ്ചായത്ത് 1-ാം സ്ഥാനമാണ് കിട്ടിയത്. പെരുമ്പാമ്പ്, പെരുമ്പടപ്പ്, പെരുമ്പടപ്പ് ബ്ലോക്ക് പഞ്ചായത്തിനും 1-ാം സ്ഥാനം തന്നെയാണ് കിട്ടിയത്. അതുകൊണ്ടാണ് വൈകിയത് അല്ലെ. അപ്പൊ വൈക്കം ബ്ലോക്ക് പഞ്ചായത്തിനും 1-ാം സ്ഥാനം തന്നെയാണ് കിട്ടിയത്. അപ്പൊ ബ്ലോക്ക് പഞ്ചായത്ത് 3 പഠിച്ചോ? ഏതൊക്കെയാണ്? നീലേശ്വരം, പെരുമ്പടപ്പ്, വൈക്കം ബ്ലോക്ക് പഞ്ചായത്ത്. അടുത്തത് ഗ്രാമപഞ്ചായത്ത് വരുമ്പോൾ നമ്മൾ സാധാരണ ഗ്രാമം എന്ന് പറയുമ്പോൾ നമ്മൾ എങ്ങനെയാണ് ഗ്രാമം വരയ്ക്കുക? നമ്മളോടൊക്കെ കുട്ടിക്കാലത്ത് ഒരു ഗ്രാമം വരയ്ക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു പേപ്പർ, ഒരു വലിയൊരു പറമ്പ് വരയ്ക്കും അല്ലേ. ആ പറമ്പിൽ നിറച്ചും കെട്ടിടങ്ങൾ വരയ്ക്കും ഇല്ലല്ലോ. ഗ്രാമം വരയ്ക്കാൻ പറയുമ്പോൾ ഒരു വലിയൊരു പറമ്പിൽ ഒരു കുഞ്ഞു വീടൊക്കെ ഇനി വരയ്ക്കുക അല്ലെ. പിന്നെ എപ്പോഴും ഒരു നദി ഉണ്ടാവും നമുക്ക്. നമ്മൾ ഗ്രാമം വരയ്ക്കുമ്പോൾ നദി ഇല്ലാതൊരു ഇതില്ല അല്ലെ, നമുക്ക് ഒരു ഗ്രാമം ഇല്ല. അപ്പൊ ഒരു മൂലക്കൽ നിന്ന് ഇങ്ങനെ ഒരു നദി ഒഴുകി വരുന്നത് നമ്മൾ വരയ്ക്കും. ആ നദിയുടെ സൈഡിലൊക്കെ കുറെ മരങ്ങളും വരച്ച് വെക്കും ഇല്ലേ. ഇതൊക്കെയാണ് നമ്മുടെ ഗ്രാമം എന്ന് പറയുന്നത്. നിങ്ങളുടെ മനസ്സിൽ വിഷ്വലൈസ് ചെയ്യാം. ഗ്രാമം എന്ന് പറയുമ്പോൾ ഒരു വലിയ പറമ്പ്, ആ പറമ്പിൽ ഒരു കുഞ്ഞു വീട്, അതിന്റെ മൂലക്കൽ നിന്ന് ഒരു പുഴ അല്ലെ ഇങ്ങനെ ഒഴുകി വരുന്നു, അതിന്റെ സൈഡിലൊക്കെ കുറെ മരങ്ങളൊക്കെ വരച്ചു വെച്ചിരിക്കുന്നു. അപ്പൊ ഗ്രാമപഞ്ചായത്ത് എന്ന് പറയുമ്പോൾ വലിയ പറമ്പാണ് ഫസ്റ്റ്. അപ്പൊ വലിയ പറമ്പിനാണ് 1-ാം സ്ഥാനം വലിയ പറമ്പാണ്. ഇനി 2-ാം സ്ഥാനം നമ്മൾ പറഞ്ഞേ മൂലക്കിൽ നിന്ന് ഒരു നദി വരുന്നു. അപ്പൊ നദിനെ നമ്മൾ ആറ് എന്ന് പറയും അല്ലെ. ആറ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നദിയല്ലേ. അപ്പൊ മൂലക്കിൽ നിന്നും ഒരു ആറ് ഇങ്ങനെ ഒഴുകി വരാണ്. അപ്പൊ മുട്ടാറ് ഗ്രാമപഞ്ചായത്ത്. മൂലക്കിൽ നിന്ന് ഒരു ആറ് വരുന്നു, മുട്ടാറ് ഗ്രാമപഞ്ചായത്ത്. ഇനി അതിന്റെ സൈഡിലൊക്കെ കുറെ മരങ്ങാട്ടുപള്ളി ഗ്രാമപഞ്ചായത്ത്. ഈ 3 ഗ്രാമപഞ്ചായത്തിനാണ് നമ്മുടെ ഗ്രാമപഞ്ചായത്ത് തലത്തിൽ നമ്മൾ തെരഞ്ഞെടുത്തിട്ടുള്ളത്. 1-ാം സ്ഥാനം വലിയ പറമ്പ്, 2-ാം സ്ഥാനം മുട്ടാറ്, 3-ാം സ്ഥാനം മരങ്ങാട്ടുപള്ളി. പഠിച്ചു എന്ന് ഞാൻ വിചാരിക്കുകയാണ്. ഗ്രാമപഞ്ചായത്തിന് സ്വരാജ് ട്രോഫി പുരസ്കാരം കിട്ടിയ ഗ്രാമപഞ്ചായത്താണ് 1-ാം സ്ഥാനം വലിയ പറമ്പ്, 2-ാം സ്ഥാനം മുട്ടാറ്, 3-ാം സ്ഥാനം മരങ്ങാട്ടുപള്ളി. വലിയൊരു പറമ്പ്, അതിന്റെ മൂലക്കിൽ നിന്ന് ഒരു ആറ് ഒഴുകി വരുന്നു, അതിന്റെ സൈഡിൽ കുറെ മരങ്ങൾ നിൽക്കുന്നു. വലിയ പറമ്പ്, മുട്ടാറ്, മരങ്ങാട്ടുപള്ളി. ഇനി മുനിസിപ്പാലിറ്റി ഗുരുവായൂർ നഗരസഭ, വടക്കാഞ്ചേരി നഗരസഭ, ആന്തൂർ നഗരസഭ. ഈ ഗുരുവായൂർ നഗരസഭയും വടക്കാഞ്ചേരിയും രണ്ടും തൃശ്ശൂർ തന്നെയാണ്. ആന്തൂർ നഗരസഭ കണ്ണൂരാണ്. അപ്പൊ നിങ്ങൾക്ക് ഇത് നല്ല കോഡല്ല, നിങ്ങൾ ഓർക്കാൻ പറ്റുമോ നോക്കാം. മുനിസിപ്പാലിറ്റി എന്ന് പറയുമ്പോൾ നമ്മൾ മുനിമാരെ ഓർക്കാം. മുനിസിപ്പാലിറ്റി, അപ്പൊ മുനിയല്ലേ ഫസ്റ്റത്തെ വാക്ക്. മുനിമാരെന്ന് പറയുമ്പോൾ സാധാരണ അമ്പലങ്ങളിലൊക്കെ അല്ലേ നമുക്ക് മുനിമാരെ കാണാൻ പറ്റുക. അപ്പൊ ഗുരുവായൂർ ക്ഷേത്രത്തിൽ കാണാൻ പറ്റുമെന്ന് ഓർക്കാം. അപ്പൊ ഗുരുവായൂർ. രണ്ടാമത് വടക്കുന്നാഥൻ ഉണ്ടല്ലോ, തൃശ്ശൂർ എന്നുള്ള വടക്കുന്നാഥനിൽ കാണാൻ പറ്റുന്ന ഓർക്കുക. അപ്പൊ വടക്കുന്നാഥൻ എന്നുള്ളത് വടക്കാഞ്ചേരി. 3-ാം സ്ഥാനം ആന്തൂർ നഗരസഭ. ഈ 3 നഗരസഭയ്ക്കാണ് മുനിസിപ്പാലിറ്റി കാറ്റഗറിയിൽ കിട്ടിയിട്ടുള്ളത്. 1-ാം സ്ഥാനം ഗുരുവായൂർ, 2-ാം സ്ഥാനം വടക്കാഞ്ചേരി, 3-ാം സ്ഥാനം ആന്തൂർ. ഇനി മുനിസിപ്പൽ കോർപ്പറേഷൻ പറയുമ്പോൾ നമ്മുടെ 6 കോർപ്പറേഷൻ അല്ലേ ഉള്ളൂ നമ്മുടെ കേരളത്തിൽ. അപ്പൊ മുനിസിപ്പൽ കോർപ്പറേഷൻ തിരുവനന്തപുരം കോർപ്പറേഷൻ.
സ്വരാജ് ട്രോഫി പഠിച്ചോ നിങ്ങൾ? സ്വരാജ് ട്രോഫിയിൽ ജില്ലാ പഞ്ചായത്ത്, ബ്ലോക്ക് പഞ്ചായത്ത്, ഗ്രാമപഞ്ചായത്ത്, പിന്നെ മുനിസിപ്പാലിറ്റിക്കും മുനിസിപ്പൽ കോർപ്പറേഷനാണ് നൽകുന്നത്. അപ്പൊ ആദ്യം തന്നെ ജില്ലാ പഞ്ചായത്ത് എന്ന് പറയുമ്പോൾ തിരുവനന്തപുരം, കൊല്ലം. തിരുവനന്തപുരത്തിന് 1-ാം സ്ഥാനം, കൊല്ലത്തിന് 2-ാം സ്ഥാനം. ബ്ലോക്ക് പഞ്ചായത്ത് എന്ന് പറയുമ്പോൾ നമ്മൾ റോട്ടിൽ ബ്ലോക്ക് ഉണ്ടായത് ഓർത്തു അല്ലെ? റോട്ടിൽ ബ്ലോക്ക് ഉണ്ടായത് എങ്ങനെയാണ്? നീല കളറുള്ള ഒരു പെരുമ്പാമ്പ് ഇങ്ങനെ കിടക്കുകയാണ് അല്ലെ? അങ്ങനെയാണ് ബ്ലോക്ക് ഉണ്ടായത്. നമ്മൾ വൈകി. അപ്പൊ നീല കളറ് നീലേശ്വരം, പെരുമ്പാമ്പ് പെരുമ്പടപ്പ്, നമ്മൾ വൈകി വൈക്കം. ഈ 3 1-ാം സ്ഥാനം തന്നെയാണ്. ഗ്രാമപഞ്ചായത്ത് എന്ന് പറഞ്ഞപ്പോൾ ഒരു ഗ്രാമം വരയ്ക്കുന്നതായിട്ട് ഓർക്കാൻ പറഞ്ഞു. വലിയ പറമ്പ്, മൂലയ്ക്ക് ഒരു ആറ്, നിറയെ മരങ്ങൾ. അപ്പൊ വലിയ പറമ്പിന് 1-ാം സ്ഥാനം, മുട്ടാറിന് 2-ാം സ്ഥാനം, മരങ്ങാട്ടുപള്ളിക്ക് 3-ാം സ്ഥാനം. മുനിസിപ്പാലിറ്റി പറഞ്ഞപ്പോൾ നമ്മൾ മുനിനെ കുറിച്ച് ഓർക്കാം. മുനിസിപ്പാലിറ്റി മുനി. അപ്പൊ ഗുരുവായൂർ 1-ാം സ്ഥാനം, ഗുരുവായൂർ 2-ാം സ്ഥാനം, വടക്കാഞ്ചേരി, 3-ാം സ്ഥാനം, ആന്തൂർ. മുനിസിപ്പൽ കോർപ്പറേഷൻ എന്ന് പറയുമ്പോൾ ഏതാണ്? തിരുവനന്തപുരം കോർപ്പറേഷനാണ് 1-ാം സ്ഥാനം. അടുത്തതായിട്ട് നമുക്ക് കേരളവുമായി ബന്ധപ്പെട്ട പ്രധാന വസ്തുതകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. 1-ാമത്തെ വസ്തുത, രാജ്യത്താദ്യമായിട്ട് പാലിയേറ്റീവ് കെയർ നയം പ്രഖ്യാപിച്ച സംസ്ഥാനം. രാജ്യത്താദ്യമായിട്ട് പാലിയേറ്റീവ് കെയർ എന്താണെന്ന് എല്ലാവർക്കും അറിയാൻ പറ്റും അല്ലേ? ഈ നമുക്ക് കിടപ്പിലായ രോഗികളൊക്കെ ഉണ്ടെങ്കിൽ അവരെ വീട്ടിൽ വന്ന് ശുശ്രൂഷിക്കുന്നതാണ് പാലിയേറ്റീവ് കെയർ എന്ന് പറയാം. ഈ നയം പ്രഖ്യാപിച്ച സംസ്ഥാനം കേരളമാണ് അല്ലെ? മറ്റുള്ള സംസ്ഥാനക്കാർ ഇത് കേൾക്കുന്നതിനേക്കാൾ ഒരുപാട് നാളെ മുമ്പ് തന്നെ കേരളത്തിൽ പാലിയേറ്റീവ് കെയർ ഒക്കെ ആരംഭിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ വൃദ്ധജനങ്ങൾക്ക്, വയോജനങ്ങൾക്ക്, അതുപോലെ ഭിന്നശേഷിക്കാർക്ക് ഒക്കെ ഒരുപാട് പദ്ധതികൾ കൊണ്ടുവരുന്ന സംസ്ഥാനമാണ് കേരളം. അതുകൊണ്ട് തന്നെ പാലിയേറ്റീവ് കെയർ നയം പ്രഖ്യാപിച്ച ആദ്യത്തെ സംസ്ഥാനവും കേരളം തന്നെയാണ്. ഇനി 2024 നവംബർ 1 ഇന്ത്യയിലെ ആദ്യ ഡിജിറ്റൽ സാക്ഷരതാ സംസ്ഥാനം കേരളം തന്നെയാണ്. സാക്ഷരതയുടെ കാര്യത്തിൽ കേരളത്തിനെ പിന്തള്ളാൻ ആർക്കും പറ്റില്ല അല്ലെ? കേരളമായിരിക്കും എപ്പോഴും 1-ാം സ്ഥാനത്തുള്ളത്. അതുകൊണ്ട് തന്നെ ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ ഡിജിറ്റൽ സാക്ഷരതാ സംസ്ഥാനം കേരളമാണ്. 2024 നവംബർ 1 കേരള പിറവിയുടെ അന്നാണ് പ്രഖ്യാപിച്ചത്. ഇന്ത്യയിലെ ആദ്യത്തെ ഡിജിറ്റൽ സാക്ഷരതാ സംസ്ഥാനം കേരളമാണ്. ഇനി സ്കൂൾ പാഠപുസ്തകങ്ങളിൽ ഭരണഘടനയുടെ ആമുഖം ഉൾപ്പെടുത്തുന്ന ആദ്യ സംസ്ഥാനം, അതും കേരളമാണ്. നമ്മളൊക്കെ SCERT ഇതുകൾ പഠിക്കുന്നതാണ് അല്ലെ? പാഠഭാഗങ്ങൾ പഠിക്കുന്നതാണ് PSC എക്സാമിന് വേണ്ടിയിട്ട്. എല്ലാവരും കണ്ടിട്ടുണ്ടാവും ആമുഖം. നമ്മുടെ ഭരണഘടനയുടെ ആമുഖം ഉൾപ്പെടുത്തിയ ആദ്യത്തെ സംസ്ഥാനം കേരളമാണ്. സ്കൂൾ പാഠപുസ്തകങ്ങളിൽ ഭരണഘടനയുടെ ആമുഖം ഉൾപ്പെടുത്തിയ ആദ്യ സംസ്ഥാനം കേരളമാണ്. ഇനി 2025 ജനുവരി 1 മുഴുവൻ അധ്യാപകർക്കും AI പരിശീലനം ലഭിച്ച ആദ്യ സംസ്ഥാനമായി മാറുന്നതും കേരളം തന്നെയാണ്. ഞാൻ പറഞ്ഞില്ലേ, വിദ്യാഭ്യാസത്തിന് നമ്മുടെ പുറന്തള്ളാൻ ആർക്കും പറ്റില്ല. വിദ്യാഭ്യാസം വന്നാൽ മിക്കപ്പോഴും നമ്മൾ കേരളം തന്നെയായിരിക്കും. അപ്പൊ എല്ലാ അധ്യാപകർക്കും AI പരിശീലനം നൽകുന്ന ആദ്യത്തെ സംസ്ഥാനവും കേരളം തന്നെയാണ്. 2025 ജനുവരി 1 എല്ലാ അധ്യാപകർക്കും AI പരിശീലനം നൽകുന്നത്. ഇനി മനുഷ്യ വന്യജീവി സംഘർഷം പ്രത്യേക ദുരന്തമായിട്ട് പ്രഖ്യാപിച്ച ആദ്യത്തെ സംസ്ഥാനം കേരളമാണ്. മനുഷ്യ വന്യജീവി സംഘർഷം. ഇപ്പൊ തന്നെ നമ്മൾ ഏത് ദിവസത്തെ പേപ്പർ എടുത്തു കഴിഞ്ഞാലും കാട്ടാനകളുടെ ആക്രമണം, അതുപോലെ കാട്ടുപന്നിയുടെ ആക്രമണം, കാട്ടുപന്നി വന്ന് ഇടിച്ചിട്ട് അപകടത്തിൽ പറ്റിയത്, കാട്ടാനകളെ ആക്രമിച്ചിട്ടുള്ള കാര്യങ്ങൾ സ്ഥിരം കേൾക്കുന്നതാണല്ലോ. കാരണം ചൂടായി കഴിയുമ്പോൾ വെള്ളത്തിന് വേണ്ടി ഈ മിക്ക വന്യജീവികളും നേരെ നാട്ടിലേക്ക് ഇറങ്ങും. ഒരുപാട് അപകടങ്ങൾ ഉണ്ടാകുന്നുണ്ട് അല്ലെ? അപ്പൊ അതിനെ തുടർന്നുകൊണ്ട് തന്നെയാണ് ഒരു സംസ്ഥാന ദുരന്തമായിട്ട് എന്തിനെ പ്രഖ്യാപിച്ചു? മനുഷ്യ വന്യജീവി സംഘർഷം ഒരു പ്രത്യേക ദുരന്തമായിട്ട് പ്രഖ്യാപിച്ച സംസ്ഥാനം കേരളം തന്നെയാണ്. പ്രഖ്യാപിക്കുക മാത്രമല്ല, അതിനു വേണ്ടിയിട്ട് സംസ്ഥാന തലത്തിൽ സമിതികൾ, സംസ്ഥാന സമിതി, പിന്നെ ജില്ലാ തലത്തിൽ ജില്ലാ സമിതി, പ്രാദേശിക തലത്തിൽ പ്രാദേശിക സമിതി, പിന്നെ നിയന്ത്രണ സമിതി, ഇതൊക്കെ രൂപീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. സംസ്ഥാന സമിതി, ജില്ലാ സമിതി, പ്രാദേശിക സമിതി, നിയന്ത്രണ സമിതികളൊക്കെ ഇതിനു വേണ്ടി രൂപീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പൊ ഈ ചോദ്യങ്ങളെല്ലാം നമ്മൾ പറഞ്ഞത് എളുപ്പല്ലേ? രാജ്യത്ത് ആദ്യമായിട്ട് പാലിയേറ്റീവ് കെയർ നയം പ്രഖ്യാപിച്ച സംസ്ഥാനം കേരളമാണ്. പാലിയേറ്റീവ് കെയർ നയം പ്രഖ്യാപിച്ച സംസ്ഥാനം കേരളമാണ്. നവംബർ 1 2024 നവംബർ 1 ഇന്ത്യയിലെ ആദ്യത്തെ ഡിജിറ്റൽ സാക്ഷരതാ സംസ്ഥാനമായി മാറിയത് കേരളമാണ്. സ്കൂൾ പാഠപുസ്തകങ്ങളിലെ ഭരണഘടനയുടെ ആമുഖം ഉൾപ്പെടുത്തിയ ആദ്യത്തെ സംസ്ഥാനം കേരളമാണ്. 2025 ജനുവരി 1 മുഴുവൻ അധ്യാപകർക്കും AI പരിശീലനം ലഭിച്ച ആദ്യത്തെ സംസ്ഥാനമായി മാറിയതും കേരളമാണ്. മനുഷ്യ വന്യജീവി സംഘർഷം പ്രത്യേക ദുരന്തമായിട്ട് പ്രഖ്യാപിച്ച ആദ്യത്തെ സംസ്ഥാനവും കേരളം തന്നെയാണ്. ഇനി കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയത്തിന്റെ ഏറ്റവും പുതിയ കണക്കുകൾ പ്രകാരം രാജ്യത്ത് ഏറ്റവും കൂടുതൽ പാസ്പോർട്ട് ഉടമകളുള്ള സംസ്ഥാനം, നിങ്ങൾ തന്നെ ഓർത്തു വയ്ക്കുന്നു,
ഏതായിരിക്കും ഏറ്റവും കൂടുതൽ പാസ്പോർട്ട് ഉള്ള സംസ്ഥാനം ആർക്കായിരിക്കും? കേരളം അല്ലേ. ഏത് രാജ്യത്ത് പോയാലും മലയാളികൾ ഉണ്ടാവും അല്ലെ. മലയാളികൾ ഇല്ലാത്ത ഒരു സ്ഥലം ഉണ്ടാവില്ല ലോകത്ത്. അപ്പൊ എല്ലായിടത്തും മലയാളികൾ ഉണ്ടെങ്കിൽ അതിനർത്ഥം എന്താണ്? അവർ പാസ്പോർട്ട് എടുത്തിട്ടല്ലേ പോകുള്ളൂ. അപ്പൊ അതുകൊണ്ട് തന്നെ ഏറ്റവും കൂടുതൽ പാസ്പോർട്ട് ഉടമകളുള്ള സംസ്ഥാനം കേരളമാണ്. രണ്ടാം സ്ഥാനം മഹാരാഷ്ട്രയ്ക്കും മൂന്നാം സ്ഥാനം ഉത്തർപ്രദേശുമാണ്. ഇനി സ്ത്രീകളുടെ കേസ് എടുത്താലും ഏറ്റവും കൂടുതൽ പാസ്പോർട്ടുള്ള ഉടമകളായിട്ടുള്ള സ്ത്രീകൾ എവിടെ തന്നെയാണ്? കേരളത്തിൽ തന്നെയാണ്. അടുത്തത്, കർഷക സേവനങ്ങൾ ദ്രുതഗതിയിലും സുതാര്യമായിട്ടും ഉപഭോക്താക്കളിൽ എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെ സംസ്ഥാനത്തെ കർഷകർക്ക് ഔദ്യോഗിക തിരിച്ചറിയൽ കാർഡ് ഏർപ്പെടുത്തിയ സംസ്ഥാനം കേരളമാണ്. അത് ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം കർഷകരുമായി ബന്ധപ്പെട്ടുള്ള പദ്ധതികൾ ഒറീസ, തെലങ്കാന, അങ്ങനത്തെ ഒരു ഉത്തർപ്രദേശ് ഇവരൊക്കെ സ്ഥിരം കൊണ്ടുവരാറുണ്ട്. അപ്പൊ ഇത് കൃത്യമായിട്ട് പഠിച്ചു വെക്കണം. കേരളം എന്ത് കൊണ്ടുവന്നിട്ടുണ്ട്? കർഷകർക്ക് ഔദ്യോഗിക തിരിച്ചറിയൽ കാർഡ് കൊണ്ടുവന്നിട്ടുണ്ട്. ഔദ്യോഗിക തിരിച്ചറിയൽ കാർഡ് കൊണ്ടുവന്നിട്ടുണ്ട് കേരളം. മനസ്സിലായോ? കർഷക സേവനങ്ങൾ ദ്രുതഗതിയിലും സുതാര്യമായിട്ടും ഉപഭോക്താക്കളിൽ എത്തിക്കുക. കർഷകർക്കുള്ള സേവനങ്ങൾ സുതാര്യമായിട്ടും ദ്രുതഗതിയിലും ഉപഭോക്താക്കളിൽ എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെ സംസ്ഥാനത്തിലെ കർഷകർക്ക് ഔദ്യോഗിക തിരിച്ചറിയൽ കാർഡ് ഏർപ്പെടുത്തിയ സംസ്ഥാനം കേരളമാണെന്നുള്ള കാര്യം ഓർത്തിരിക്കുക. ഇനി രാജ്യത്ത് ഏകീകൃത ആംബുലൻസ് നിരക്ക് നടപ്പിലാക്കിയിട്ടുള്ള ആദ്യ സംസ്ഥാനവും കേരളം തന്നെയാണ്. രാജ്യത്ത് ഏകീകൃത ആംബുലൻസ് നിരക്ക് ആംബുലൻസ് എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ അത്യാവശ്യത്തിന് വിളിക്കുന്നതാണ് അല്ലെ. അപ്പൊ അവർ പറയുന്ന റേറ്റ് ആണ് കൊടുക്കുക. അതിന് പകരം ഒരു ഏകീകൃതമായിട്ടുള്ള ആംബുലൻസ് നിരക്ക് നടപ്പിലാക്കിയ ആദ്യത്തെ സംസ്ഥാനവും കേരളം തന്നെയാണ്. ഇനി 2024 മെയ്യിൽ കേന്ദ്ര സ്റ്റാറ്റിസ്റ്റിക്സ് മന്ത്രാലയത്തിന്റെ 2024 ജനുവരി മാർച്ച് ക്വാർട്ടറിലെ പീരിയോഡിക് ലേബർ ഫോഴ്സ് സർവേ റിപ്പോർട്ട് പ്രകാരം നഗരപ്രദേശങ്ങളിലെ 15-29 പ്രായമുള്ളവരിൽ തൊഴിലില്ലായ്മ നിരക്ക് ഏറ്റവും കൂടുതലുള്ള സംസ്ഥാനം. നഗരപ്രദേശങ്ങളിൽ 15 മുതൽ 29 വയസ്സിനിടയിൽ തൊഴിലില്ലായ്മ നിരക്ക് ഏറ്റവും കൂടുതലുള്ള സംസ്ഥാനം ഏതായിരിക്കും? ഉറപ്പായിട്ടും കേരളം തന്നെയാണ് അല്ലെ. എല്ലാവരും പഠിപ്പുള്ളവരാണ്, എല്ലാവരും വിദ്യാസമ്പന്നരാണ്. പക്ഷെ പഠിച്ചതിനനുസരിച്ചുള്ള ജോലി ഇല്ല അല്ലെ. അത് തന്നെയാണ് തൊഴിലില്ലായ്മ നിരക്കിന് പ്രധാന കാരണം. നഗരപ്രദേശങ്ങളിൽ 15-നും 29-നും വയസ്സിന് ഇടയിൽ പ്രായമുള്ളവരിൽ തൊഴിലില്ലായ്മ നിരക്ക് ഏറ്റവും കൂടുതലുള്ള സംസ്ഥാനവും കേരളം തന്നെയാണ്. 2024 മെയ്യിൽ കേന്ദ്ര സ്റ്റാറ്റിസ്റ്റിക്സ് മന്ത്രാലയത്തിന്റെ 2024 ജനുവരി മാർച്ച് ക്വാർട്ടറിലെ പീരിയോഡിക് ലേബർ ഫോഴ്സ് സർവേ പ്രകാരമാണ് 15-നും 29-നും ഇടയ്ക്ക് പ്രായമുള്ളവരിൽ നഗരപ്രദേശങ്ങളിൽ തൊഴിലില്ലായ്മ നിരക്ക് ഏറ്റവും കൂടുതലുള്ള സംസ്ഥാനം കേരളമാണ്. അത് ഏറ്റവും കുറവ് ഡൽഹിയിലാണ്. കാരണം ഡൽഹി എന്ന് പറഞ്ഞാൽ അറിയാലോ, ഒരുപാട് വ്യവസായ സ്ഥാപനങ്ങളുണ്ട്, വ്യവസായശാലകളുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഡൽഹി ഇത്രയും പൊല്യൂട്ടഡ് ആയിട്ടിരിക്കുന്നത്. ഏറ്റവും കൂടുതൽ മലിനീകരിക്കപ്പെട്ട ഒരു സിറ്റിയാണ് അല്ലെ ഡൽഹി എന്ന് പറയുന്നത്. കാരണം അവിടെ അത്രയധികം വ്യവസായശാലകളുണ്ട്. അപ്പൊ അവിടെ എന്തിന് ഒരു കുറവുണ്ടാവില്ല? തൊഴിലിന് കുറവുണ്ടാവില്ല, എല്ലാവർക്കും തൊഴിൽ ലഭിക്കും. അപ്പൊ തൊഴിലില്ലായ്മ നിരക്ക് ഏറ്റവും കുറവ് ഡൽഹിയിലാണ്. അത് 3.1 കേരളത്തിലെ തൊഴിലില്ലായ്മ നിരക്ക് എന്ന് പറയുന്നത് 31. അപ്പൊ കേരളത്തിൽ 31 കേരളത്തിലെ നഗരപ്രദേശങ്ങളിലാണ് പറയുന്നത് കേട്ടോ. കേരളത്തിലെ നഗരപ്രദേശങ്ങളിൽ 15-നും 29-നും ഇടയ്ക്ക് പ്രായമുള്ളവരിൽ തൊഴിലില്ലായ്മ നിരക്ക് എന്ന് പറയുന്നത് 31%. ഡൽഹിയിൽ ഏറ്റവും കുറവാണ് 3.1%. കേരളത്തിൽ 31, ഡൽഹിയിൽ 3.1. അടുത്തത്, 2024 ജൂണില് പട്ടിക വിഭാഗക്കാർ അധിവസിക്കുന്ന മേഖലകളെ കോളനി, സങ്കേതം, ഊര് അല്ലെ. നമ്മ പട്ടിക വിഭാഗക്കാർ താമസിക്കുന്ന സ്ഥലങ്ങളെ കോളനി എന്നൊക്കെ സ്ഥിരം പറയാറുണ്ടല്ലേ. ആ കോളനി, സങ്കേതം, ഊരെന്നും പറയാറുണ്ട് എന്നിങ്ങനെ വിശേഷിപ്പിക്കുന്നത് ഒഴിവാക്കാനുള്ള ഉത്തരവ് പുറത്തിറക്കിയ സംസ്ഥാനവും കേരളം തന്നെയാണ്. ഇനി അവര് അധിവസിക്കുന്ന പ്രദേശത്തെ ഇത്തരത്തിൽ കോളനി, സങ്കേതം, ഊരെന്നൊന്നും പറയാൻ പാടില്ല. അങ്ങനെ വിശേഷിപ്പിക്കുന്നത് ഒഴിവാക്കാനുള്ള ഉത്തരവ് പുറത്തിറക്കിയ സംസ്ഥാനവും കേരളം തന്നെയാണ്. അതിന് പകരമായിട്ട് ഇപ്പോൾ പ്രാദേശിക താല്പര്യമുള്ള വാക്കുകളോ അല്ലെങ്കിൽ നഗർ, ഉന്നതി, പ്രകൃതി എന്നീ വാക്കുകളോ വേണമെങ്കിൽ ഉപയോഗിക്കാം. കോളനി, സങ്കേതം, ഊര് ഈ 3 വാക്കും ഇനി ഉപയോഗിക്കാൻ പാടില്ല. 1896 മുതലുള്ള സ്കൂൾ പാഠപുസ്തകങ്ങൾ ഡിജിറ്റലൈസ് ചെയ്ത് ഓൺലൈനിൽ ലഭ്യമാക്കുന്ന സംസ്ഥാനം ഏതാണ്? കേരളം തന്നെയാണ് അല്ലെ. നമുക്കറിയാം, ഏത് ടെക്സ്റ്റ് ബുക്ക് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഓൺലൈനിൽ ഡൗൺലോഡ് ചെയ്തെടുക്കാൻ പറ്റും. അപ്പൊ 1896 മുതലുള്ള സ്കൂൾ പാഠപുസ്തകങ്ങൾ ഡിജിറ്റലൈസ് ചെയ്ത് ഓൺലൈനായിട്ട് ലഭ്യമാക്കുന്ന സംസ്ഥാനം കേരളമാണ്. അടുത്ത ചോദ്യം ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം
ആന്റിബയോട്ടിക്കുകൾക്കെതിരെ പ്രവർത്തിക്കാൻ കെൽപ്പുള്ളതായി തീർന്നിരിക്കുന്നു ഇപ്പോൾ ബാക്ടീരിയകൾ, അല്ലെ? നമ്മൾ ഈ കാലഘട്ടത്തിൽ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നമാണ് പുതിയ രീതിയിലുള്ള പുതിയ രോഗങ്ങളും രോഗാണുക്കളും പ്രത്യക്ഷപ്പെട്ടുകൊണ്ടിരിക്കുന്നു. അതേപോലെ തന്നെ നിലവിലുള്ള ബാക്ടീരിയകൾ എന്ന് പറയുന്നത് അവയ്ക്ക് ആന്റിബയോട്ടിക്കുകളെ പ്രതിരോധിക്കാനുള്ള ശേഷിയും കൈവന്നിരിക്കുന്നു. അതിനുള്ള കാരണം എന്താണെന്നൊക്കെ നിങ്ങൾക്ക് അറിയായിരിക്കും. രണ്ട് കാരണങ്ങളാണ് നമുക്ക് മെയിനായിട്ട് പറയാൻ പറ്റുന്നത്. ഒന്നാമത് നമ്മളുടെ അമിതമായിട്ടുള്ള ആന്റിബയോട്ടിക്കുകളുടെ ഉപയോഗം, അല്ലെ? പണ്ട് കാലത്തൊക്കെ നമ്മൾ പനി വന്നു കഴിഞ്ഞാൽ മെഡിക്കൽ ഷോപ്പിൽ പോയി പാരസെറ്റമോൾ വാങ്ങി കഴിക്കും എന്ന് പറഞ്ഞ പോലെയാണ് ഇപ്പോൾ പനി വന്നു കഴിഞ്ഞാൽ ഡോക്ടറുടെ പ്രിസ്ക്രിപ്ഷൻ ഒന്നും തന്നെ കൂടാതെ ആന്റിബയോട്ടിക്കുകളും വാങ്ങിച്ച് കഴിക്കാൻ തുടങ്ങിയിരിക്കുന്നു. അപ്പം ഇത്തരത്തിൽ അമിതമായിട്ടുള്ള ആന്റിബയോട്ടിക്കുകളുടെ ഉപയോഗം മൂലം നമ്മുടെ ശരീരത്തിൽ വന്നെത്തുന്ന ബാക്ടീരിയകൾക്ക് ഈ ആന്റിബയോട്ടിക്കുകളെ പ്രതിരോധിക്കാനുള്ള ശേഷി കൈവന്നിരിക്കുന്നു. അതേപോലെ തന്നെ മറ്റൊരു കാരണമാണ്, ഇപ്പോൾ ഡോക്ടർ 5 ദിവസത്തെ ഒരു കോഴ്സിന് ഒരു ആന്റിബയോട്ടിക് എഴുതി തന്നാൽ 2-3 ദിവസം കഴിച്ചിട്ട് അസുഖം മാറി കഴിയുമ്പോഴേക്കും ആ ഡോസ് അവിടെ നിർത്തും, അല്ലേ? മരുന്ന് കഴിക്കുന്നത് അവിടെ നിർത്തും. അപ്പോൾ ആന്റിബയോട്ടിക് എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല, അത് കൃത്യമായിട്ടുള്ള കോഴ്സ്, എത്ര ദിവസത്തേക്കാണോ ഡോക്ടർ നമുക്കത് പ്രിസ്ക്രൈബ് ചെയ്തിരിക്കുന്നത് അത്ര ദിവസം അത് കൃത്യമായി കഴിക്കണം. അല്ലാന്നുണ്ടെങ്കിൽ പിന്നീട് ആ രോഗം വരുമ്പോൾ ആ ബാക്ടീരിയയ്ക്ക് ആ ആന്റിബയോട്ടിക്കിനെ പ്രതിരോധിക്കാനുള്ള ശേഷി കൈവന്നിരിക്കും. അതേപോലെ തന്നെ മറ്റൊരു കാരണമാണ് നമ്മുടെ ജലാശയങ്ങളിൽ ഇപ്പം ആന്റിബയോട്ടിക്കുകൾ എത്തുന്നത്, അല്ലേ? നമ്മൾ ഉപയോഗിച്ചതിൻ്റെ ബാക്കിയുള്ള മെഡിസിൻ പലരും വലിച്ചെറിയും, അല്ലെ? തെങ്ങിൻ്റെ തടങ്ങളിലും അതേപോലെ തന്നെ വാഷിംഗ് ബേസിനിലൊക്കെ അവർ വലിച്ചെറിഞ്ഞ് കളയും. ഇതിൻ്റെ ഫലമായിട്ട് മണ്ണിലൂടെ പിന്നീട് ജലത്തിലൂടെ നമ്മുടെ ജലാശയങ്ങളിൽ ഈ ആന്റിബയോട്ടിക്കുകൾ എത്തുകയും തന്മൂലം ഈ ബാക്ടീരിയകൾക്ക് ഈ ആന്റിബയോട്ടിക്കുകളെ പ്രതിരോധിക്കാനുള്ള ശേഷി കൈവരുന്നു. അപ്പം ഈ ജലാശയങ്ങളിൽ എത്തുന്ന ഈ ആന്റിബയോട്ടിക്കുകൾ വീണ്ടും നമ്മുടെ ശരീരത്തിലാണ് എത്തുന്നത്, അല്ലേ? അപ്പം ഇങ്ങനെ വീണ്ടും നമ്മുടെ ശരീരത്തിലേക്ക് ഈ ആന്റിബയോട്ടിക്കുകൾ പല രീതിയിൽ എത്തുമ്പോൾ നമ്മുടെ ശരീരത്തിൽ എത്തുന്ന ബാക്ടീരിയയ്ക്ക് എന്താണ്, ഈ ആന്റിബയോട്ടിക്കുകളെ പ്രതിരോധിക്കാനുള്ള കഴിവും കൂടി വന്നിട്ടുണ്ടായിരിക്കും. അപ്പം ആന്റിബയോട്ടിക്കുകളുടെ ഈ മിസ്യൂസ് അല്ലെങ്കിൽ അമിതമായിട്ടുള്ള ഉപയോഗവും തെറ്റായിട്ടുള്ള ഉപയോഗവും തടയുന്നതിന് വേണ്ടിയിട്ട് ഒരുപാട് പദ്ധതികൾ ഇപ്പം നമ്മുടെ കേരള സർക്കാർ ആരംഭിച്ചിട്ടുണ്ട്. അപ്പം അതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അടുത്തതായിട്ട് പറയുന്നത്. അതായത് ആന്റിബയോട്ടിക്കുകളുടെ അമിത ഉപയോഗം തടയുന്നതിൻ്റെ ഭാഗമായിട്ട് രാജ്യത്തെ ആദ്യത്തെ ജില്ലാതല ആന്റിബയോഗ്രാം പുറത്തിറക്കിയ സംസ്ഥാനം കേരളമാണ്. ഈ ആന്റിബയോട്ടിക്കിന്റെ അമിത ഉപയോഗം തടയുന്നതിൻ്റെ ഭാഗമായിട്ട് രാജ്യത്തെ ആദ്യത്തെ ജില്ലാതല ആന്റിബയോഗ്രാം പുറത്തിറക്കിയ സംസ്ഥാനം കേരളമാണ്. എന്താണ് ഈ ആന്റിബയോഗ്രാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ആന്റിബയോഗ്രാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ബാക്ടീരിയകൾക്ക് ആന്റിബയോട്ടിക്കുകളോടുള്ള പ്രതിരോധ ശേഷി ഈ രോഗികളിൽ നിന്നും സാമ്പിളുകൾ സ്വീകരിച്ചിട്ട് കൃത്യമായി അളന്ന് ക്രോഡീകരിക്കുന്നതാണ് ആന്റിബയോഗ്രാം എന്ന് പറയുന്നത്. ഈ ബാക്ടീരിയയ്ക്ക് ആന്റിബയോട്ടിക്കുകളോടുള്ള പ്രതിരോധ ശേഷി എത്രത്തോളം പ്രതിരോധിക്കാൻ പറ്റുന്നുണ്ട് എന്നുള്ള ആ ശേഷി ഈ രോഗികളിൽ നിന്ന് തന്നെ സാമ്പിളുകൾ സ്വീകരിച്ചുകൊണ്ട് കൃത്യമായി അളന്ന് ക്രോഡീകരിക്കുന്നതിനെയാണ് ആന്റിബയോഗ്രാം എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് ആന്റിബയോഗ്രാം എന്ന് പറഞ്ഞ മനസ്സിലായില്ലേ? ഈ ആന്റിബയോഗ്രാം ഇതുവരെ സംസ്ഥാന തലത്തിൽ ഓരോ സംസ്ഥാനങ്ങളിലായിട്ട് മാത്രമേ രേഖപ്പെടുത്തുകയും അതുപോലെ പ്രസിദ്ധീകരിക്കുകയും പുറത്തുവിടുകയും ചെയ്തിട്ടുള്ളൂ. ആദ്യമായിട്ടാണ് നമ്മുടെ കേരളത്തിൽ എറണാകുളം ജില്ലയിൽ ഒരു ജില്ലാ അടിസ്ഥാനത്തിൽ ഇത്തരത്തിൽ ആന്റിബയോഗ്രാം പുറത്തിറക്കുന്നത്. അപ്പം ജില്ലാ അടിസ്ഥാനത്തിൽ ഒരു ആന്റിബയോഗ്രാം പുറത്തിറക്കിയ ആദ്യത്തെ സംസ്ഥാനം കേരളമാണ്. കേരളത്തിലെ എറണാകുളം ജില്ലയിലാണ് ഈ ആന്റിബയോഗ്രാം പുറത്തുവിട്ടത്. അത് ഓർത്തിരിക്കുക. അതേപോലെ തന്നെ നമ്മൾ ഈ ആന്റിബയോട്ടിക് എതിരെയുള്ള പദ്ധതികളിൽ അല്ലെങ്കിൽ പ്രോഗ്രാമാണ് ഒന്ന് ഓപ്പറേഷൻ അമൃത് എന്നുള്ളത്. ഓപ്പറേഷൻ അമൃത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡ്രഗ്സ് കൺട്രോളിന്റെ ഒരു പരിശോധനയാണ്. അതായത് ഇപ്പം നമ്മൾ പറഞ്ഞില്ലേ, മെഡിക്കൽ ഷോപ്പുകളിലൊക്കെ ഡോക്ടറുടെ പ്രിസ്ക്രിപ്ഷൻ ഇല്ലാതെ തന്നെ ആന്റിബയോട്ടിക്കുകൾ കൊടുക്കാൻ പാടില്ല എന്നുള്ളത് കർശനമാണ്. ഒരിക്കലും ഡോക്ടറുടെ പ്രിസ്ക്രിപ്ഷൻ ഇല്ലാതെ ഒരു കാരണവശാലും ആന്റിബയോട്ടിക്കുകൾ കൊടുക്കാൻ പാടില്ല. അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നിരീക്ഷിക്കാനും പരിശോധനയ്ക്കൊക്കെ വേണ്ടിയിട്ടുള്ള ഒരു ഇതാണ് ഓപ്പറേഷൻ അമൃത് എന്നുള്ളത്. ഓപ്പറേഷൻ അമൃത്. അതേപോലെ തന്നെ നമ്മുടെ ഇന്ത്യയിൽ തന്നെ, അതായത് രാജ്യത്ത് ആദ്യത്തെ ആന്റിബയോട്ടിക് സ്മാർട്ട് ആശുപത്രിയും രണ്ടാമത്തെ ആന്റിബയോട്ടിക് സ്മാർട്ട് ആശുപത്രിയും കേരളത്തിലാണ്. ഇന്ത്യയിലെ ആദ്യത്തെ ആന്റിബയോട്ടിക് സ്മാർട്ട് ആശുപത്രി ഏതെന്ന് ചോദിച്ചാൽ അത് കോഴിക്കോട് കക്കോടി കുടുംബാരോഗ്യ കേന്ദ്രമാണ്. കോഴിക്കോട് കക്കോടി കുടുംബാരോഗ്യ കേന്ദ്രമാണ്. ഇനി ഇന്ത്യയിലെ രണ്ടാമത്തെ ആന്റിബയോട്ടിക് സ്മാർട്ട് ആശുപത്രിയും
കേരളത്തിൽ തന്നെയാണ്. അത് പാലക്കാടുള്ള ഒഴലപ്പതി കുടുംബാരോഗ്യ കേന്ദ്രമാണ്. നമ്മളിനി അത് വരുമ്പോൾ വീണ്ടും പറയും. എങ്കിലും ഇതൊക്കെ ഈ നമ്മുടെ ഇതുമായിട്ട് ആന്റിബയോട്ടിക്കുകളുടെ ഉപയോഗവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. ഓർത്തു വെക്കുക. ഓപ്പറേഷൻ അമൃത് ഓർത്ത് വെക്കുക. അതേപോലെ തന്നെ ഇന്ത്യയിലെ ആദ്യത്തെ ആന്റിബയോട്ടിക് സ്മാർട്ട് ആശുപത്രി കോഴിക്കോട് കക്കോടി കുടുംബാരോഗ്യ കേന്ദ്രവും രാജ്യത്തെ രണ്ടാമത്തെ ആന്റിബയോട്ടിക് സ്മാർട്ട് ആശുപത്രി പാലക്കാടുള്ള ഒഴലപ്പതി കുടുംബാരോഗ്യ കേന്ദ്രമാണെന്നുള്ള കാര്യം ഓർത്തു വയ്ക്കാം. അടുത്ത ചോദ്യം, വികസിത് ഭാരത് അറ്റ് 2047 എന്ന തീമിൽ ഡൽഹിയിൽ നടന്ന അന്താരാഷ്ട്ര വ്യാപാര മേളയിൽ സ്വച്ഛ് പവലിയൻ വിഭാഗത്തിൽ വെള്ളി മെഡൽ സ്വന്തമാക്കിയ സംസ്ഥാനം കേരളമാണ്. വികസിത് ഭാരത് അറ്റ് 2047 നമ്മൾ ഓൾറെഡി പറഞ്ഞതല്ല. വികസിത് ഭാരത് അറ്റ് 2047 എന്നുള്ളതാണ് ഇപ്പോൾ നമ്മുടെ എല്ലാത്തിൻ്റെയും തീം. കാരണം നമുക്ക് സ്വാതന്ത്ര്യം കിട്ടി 100 വർഷം തികയുമ്പോൾ, അതായത് 2047 ആകുമ്പോഴേക്കും ഇന്ത്യയെ ഒരു വികസിത രാജ്യമാക്കി മാറ്റാം. വികസിത രാജ്യമാക്കി മാറ്റുക എന്ന ലക്ഷ്യത്തോടു കൂടിയിട്ടാണ് ഇപ്പൊ എല്ലാ പ്രവർത്തനങ്ങളും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ അതേ തീമിൽ തന്നെ ഡൽഹിയിൽ വെച്ച് നടന്ന അന്താരാഷ്ട്ര വ്യാപാര മേളയിലെ സ്വച്ഛ പവലിയൻ വിഭാഗത്തിൽ വെള്ളി മെഡൽ സ്വന്തമാക്കിയ സംസ്ഥാനം കേരളമാണ്. അപ്പൊ കേരളത്തിന് ഈ വികസിത ഭാരതമാക്കുന്നതിൽ, അതായത് രാജ്യത്തെ വികസിതമാക്കുന്നതിൽ കേരളത്തിനുള്ള പങ്കുകളൊക്കെ മുൻനിർത്തിക്കൊണ്ടാണ് ഇത്തരത്തില് വെള്ളി മെഡൽ, അതായത് സെക്കൻഡ് പ്രൈസ് കേരളത്തിന് ലഭിച്ചത്. ഒന്നാം സമ്മാനം അഥവാ സ്വർണ്ണ മെഡൽ നേടിയത് ഗോവയും, തേർഡ് പ്രൈസ് ഹരിയാനയ്ക്കാണ് കിട്ടിയത്. അപ്പൊ സ്വച്ഛ പവലിയൻ വിഭാഗത്തിലെ 2ാം സ്ഥാനം അഥവാ വെള്ളി മെഡലാണ് കേരളത്തിന് കിട്ടിയത്. 1ാം സ്ഥാനം സ്വർണ്ണ മെഡൽ കിട്ടിയത് ഗോവയ്ക്കും, 3ാം സ്ഥാനം കിട്ടിയത് ഹരിയാനയ്ക്കാണെന്നുള്ള കാര്യം ഓർത്തിരിക്കുക. അപ്പൊ ഇത്രയും പറഞ്ഞ ചോദ്യങ്ങൾ നമുക്കൊന്നും കൂടി നോക്കിയിട്ട് വരാം. കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയത്തിന്റെ ഏറ്റവും പുതിയ കണക്ക് പ്രകാരം ഏറ്റവും കൂടുതൽ പാസ്പോർട്ട് ഉടമകളുള്ള സംസ്ഥാനം സംശയമില്ല അല്ലെ, കേരളമാണ്. സ്ത്രീകളുടെ കാര്യത്തിലാണെങ്കിലും ഏറ്റവും കൂടുതൽ പാസ്പോർട്ട് ഉടമകളുള്ളത് കേരളത്തിൽ തന്നെയാണ്. ഇനി കർഷക സേവനങ്ങള് ദ്രുതഗതിയിലും സുതാര്യമായിട്ടും ഉപഭോക്താക്കളിൽ എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെ സംസ്ഥാനത്തെ കർഷകർക്ക് ഔദ്യോഗിക തിരിച്ചറിയൽ കാർഡ് ഏർപ്പെടുത്തിയ സംസ്ഥാനവും കേരളം തന്നെയാണ്. രാജ്യത്തെ ഏകീകൃത ആംബുലൻസ് നിരക്ക് നടപ്പിലാക്കിയ ആദ്യത്തെ സംസ്ഥാനം കേരളമാണ്. അതേപോലെ തന്നെ കേന്ദ്ര സ്റ്റാറ്റിസ്റ്റിക്സ് മന്ത്രാലയത്തിന്റെ 2024 ജനുവരി മാർച്ച് ക്വാർട്ടറിലെ പീരിയോഡിക് ലേബർ ഫോഴ്സ് സർവേ റിപ്പോർട്ട് പ്രകാരം നഗരപ്രദേശങ്ങളിലെ 15നും 29നും ഇടയ്ക്ക് പ്രായമുള്ളവരിൽ തൊഴിലില്ലായ്മ നിരക്ക് ഏറ്റവും കൂടുതൽ എവിടെയാണ്? കേരളത്തിലാണ്. നഗരപ്രദേശങ്ങളിൽ 15നും 29നും ഇടയ്ക്ക് പ്രായമുള്ളവരിൽ തൊഴിലില്ലായ്മ നിരക്ക് ഏറ്റവും കൂടുതൽ കേരളത്തിലാണ്, 31%. ഏറ്റവും കുറവ് ഡൽഹിയിലാണ്, 3.1%. അടുത്തത്, പട്ടിക വിഭാഗക്കാർ അധിവസിക്കുന്ന മേഖലകളെ കോളനി, സങ്കേതം, ഊര് എന്നിങ്ങനെ വിശേഷിപ്പിക്കുന്നത് ഒഴിവാക്കുന്നതിനുള്ള ഉത്തരവ് പുറത്തിറക്കിയ സംസ്ഥാനവും കേരളമാണ്. എന്തൊക്കെയാണ്? കോളനി, സങ്കേതം, ഊര്. കോളനി, സങ്കേതം, ഊര് എന്നൊന്നും തന്നെ വിശേഷിപ്പിക്കാൻ പാടില്ല. പകരം നഗർ, ഉന്നതി, പ്രകൃതി എന്നീ പേരുകളോ അല്ലെങ്കിൽ ഓരോ സ്ഥലത്തും പ്രാദേശികമായിട്ട് താല്പര്യമുള്ളതോ കാലാനുസൃതമായിട്ടുള്ള പേരുകളോ നൽകാം. അടുത്തത്, 1896 മുതലുള്ള സ്കൂൾ പാഠപുസ്തകങ്ങൾ ഡിജിറ്റലൈസ് ചെയ്ത് ഓൺലൈനായിട്ട് ലഭ്യമാക്കുന്ന സംസ്ഥാനം കേരളമാണ്. ആന്റിബയോട്ടിക്കുകളുടെ അമിത ഉപയോഗം തടയുന്നതിന്റെ ഭാഗമായിട്ട് രാജ്യത്തെ ആദ്യത്തെ ജില്ലാതല ആന്റിബയോഗ്രാം പുറത്തിറക്കിയ സംസ്ഥാനം കേരളമാണ്. എറണാകുളം ജില്ലയാണ് ആന്റിബയോഗ്രാം പുറത്തിറക്കിയത്. വികസിത ഭാരത് അറ്റ് 2047 എന്ന തീമിൽ ഡൽഹിയിൽ വെച്ച് നടന്ന അന്താരാഷ്ട്ര വ്യാപാര മേളയിൽ സ്വച്ഛ പവലിയൻ വിഭാഗത്തിൽ വെള്ളി മെഡൽ സ്വന്തമാക്കിയ സംസ്ഥാനം കേരളമാണ്. സ്വർണ്ണ മെഡൽ ഗോവയ്ക്കും വെങ്കല മെഡൽ ഹരിയാനയ്ക്കുമാണ് ലഭിച്ചത്. അടുത്ത ചോദ്യം, രജിസ്ട്രേഷൻ മേഖലയിലെ ഇ സ്റ്റാമ്പിംഗ് ഏർപ്പെടുത്തുന്ന ആദ്യത്തെ സംസ്ഥാനമെന്ന നേട്ടം കേരളത്തിനാണ്. ഇ സ്റ്റാമ്പിംഗ്, അതായത് നമ്മൾ രജിസ്റ്റർ ചെയ്യുന്ന സമയത്ത് അവിടെ സ്റ്റാമ്പ് ഒട്ടിക്കണം അല്ലെ, അത് ഇ സ്റ്റാമ്പിംഗ് ഏർപ്പെടുത്തിയിട്ടുള്ള ആദ്യത്തെ സംസ്ഥാനം ഏതാണ്? കേരളമാണ്. നമുക്കറിയാം, നമ്മൾ കേന്ദ്ര സർക്കാരിന്റെ, സംസ്ഥാന സർക്കാരിന്റെ, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെയൊക്കെ വരുമാന സ്രോതസ്സുകൾ പഠിക്കുന്ന സമയത്ത് പഠിക്കുന്നതാണ്. സംസ്ഥാന സർക്കാരിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വരുമാന സ്രോതസ്സാണ് സ്റ്റാമ്പ് ഡ്യൂട്ടി എന്നുള്ളത് അല്ലെ.
സ്റ്റാമ്പ് ഡ്യൂട്ടി. അപ്പോൾ അത് ഇനി മുതൽ ഇ സ്റ്റാമ്പിംഗ് ഏർപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ആദ്യമായിട്ട് ഒരു സംസ്ഥാനം രജിസ്ട്രേഷൻ മേഖലയിൽ ഇ സ്റ്റാമ്പിംഗ് ഏർപ്പെടുത്തി. അതേതാണ്? കേരളമാണെന്ന് ഓർത്തിരിക്കുക. ഇനി രാജ്യത്താദ്യമായിട്ട് നെക്സ്റ്റ് ജെൻ എം പരിവാഹൻ വഴി ഗതാഗത നിയമലംഘനങ്ങൾ പൊതുജനങ്ങൾക്ക് റിപ്പോർട്ട് ചെയ്യാൻ അവസരമൊരുക്കുന്ന ആദ്യത്തെ സംസ്ഥാനം എന്ന നേട്ടവും കേരളത്തിനാണ്. നമ്മൾ പരസ്യം കണ്ടിട്ടുണ്ടാവും. അതായത് എന്തെങ്കിലും തരത്തിലുള്ള നിയമലംഘനങ്ങളും മോട്ടോർ വാഹന വകുപ്പുമായി ഗതാഗത നിയമലംഘനങ്ങൾ എന്തെങ്കിലും നമ്മളുടെ ശ്രദ്ധയിൽപ്പെട്ടാൽ നമുക്കത് ഫോട്ടോ എടുത്ത് നമുക്കത് ചെയ്തു കഴിഞ്ഞാൽ അവർക്കെതിരെ എന്ത് നിയമ നടപടി സ്വീകരിക്കും. മറ്റേ നമ്മുടെ ഈ AI ക്യാമറകളും തന്നെ വേണമെന്നില്ല. നമ്മൾ ഫോട്ടോ എടുത്ത് അതിൽ എം പരിവാഹനിൽ നെക്സ്റ്റ് ജെൻ എം പരിവാഹനിൽ നമ്മൾ ഇതാക്കി കഴിഞ്ഞു കഴിഞ്ഞാലും എന്താണ് അവർക്കെതിരെ ആക്ഷൻ എടുക്കും അല്ലേ. അതായത് ഇപ്പോൾ നോ പാർക്കിംഗ് ഉള്ള സ്ഥലങ്ങളിൽ പാർക്ക് ചെയ്തിടുക, അതേപോലെ തന്നെ ഓവർ സ്പീഡ് പോകുക, അല്ലാന്നുണ്ടെങ്കിൽ ചിലർ കുട്ടികളെ കൊണ്ടൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ലേ, ചെറിയ കുട്ടികളെ കൊണ്ട് ഡ്രൈവ് ചെയ്യിപ്പിക്കാം, അത്തരത്തിൽ അല്ലെങ്കിൽ 4 പേരൊക്കെ ഇരുന്നു കൊണ്ട് ബൈക്കിൽ യാത്ര ചെയ്യുക, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ നമ്മൾ കണ്ടാൽ നമുക്ക് ഫോട്ടോ എടുത്തിട്ട് ഈ നെക്സ്റ്റ് ജെൻ എം പരിവാഹൻ വഴി നമുക്ക് എന്ത് ചെയ്യാം, ഇവർക്കെതിരെ ആക്ഷൻ എടുക്കാനുള്ള പരാതി സമർപ്പിക്കാൻ പറ്റും. അപ്പൊ അത്തരത്തിൽ രാജ്യത്ത് ആദ്യമായിട്ടാണ് നെക്സ്റ്റ് ജെൻ എം പരിവാഹൻ വഴി ഗതാഗത നിയമലംഘനങ്ങൾ പൊതുജനങ്ങൾക്ക് റിപ്പോർട്ട് ചെയ്യാൻ അവസരമൊരുക്കുന്ന ആദ്യത്തെ സംസ്ഥാനം എന്ന നേട്ടം കേരളത്തിനാണ്. ഇത് ഈ സംഭവം നമ്മളുടെ ഇതിലൊക്കെ ന്യൂസിലൊക്കെ ഉണ്ടായിരുന്നതാണ്. നിങ്ങളൊക്കെ അത് കണ്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അതൊരു മൊബൈൽ ആപ്ലിക്കേഷൻ ആണ്. സംസ്ഥാനത്ത് വർദ്ധിച്ചു വരുന്ന റോഡ് അപകടങ്ങളും ഗതാഗത നിയമലംഘനങ്ങളും പൊതുജന പങ്കാളിത്തത്തോടു കൂടി നിയന്ത്രിക്കുക എന്നതാണ് ഈ സിറ്റിസൺ സെറ്റിനൽ സംവിധാനം. സിറ്റിസൺ സെറ്റിനൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ എം പരിവാഹൻ ആപ്പ് ഉണ്ടല്ലോ, അതിൽ തന്നെ ഉള്ള ഒരു ഇതാണ് സിറ്റിസൺ സെറ്റിനൽ എന്ന് പറയുന്നത്. അതുവഴിയാണ് നമുക്ക് ഈ ഫോട്ടോ അപ്ലോഡ് ചെയ്യാനൊക്കെ സാധിക്കുക. അപ്പൊ അതുവഴി എന്ത് ചെയ്യുക, ഈ ഗതാഗത നിയമലംഘനങ്ങളെല്ലാം പരമാവധി കുറയ്ക്കുക എന്നതാണ് ലക്ഷ്യം. ഇനി അടുത്തത് അനധികൃത ഖനനങ്ങൾ തടയാൻ രാജ്യത്ത് ആദ്യമായിട്ട് ഡ്രോൺ സർവേ നടപ്പിലാക്കിയ സംസ്ഥാനം കേരളമാണ്. അനധികൃത ഖനനം തടയാൻ വേണ്ടിയിട്ട് ആദ്യമായിട്ട് ഡ്രോൺ സർവേ നടപ്പിലാക്കിയ സംസ്ഥാനം കേരളം. നമുക്കറിയാം അല്ലെ, കോവിഡിന്റെ സമയത്തൊക്കെ നമുക്കറിയാം ഈ കൂട്ടം കൂടാൻ പാടില്ല, ഒത്തുചേരാൻ പാടില്ല എന്നൊക്കെ ഉള്ളത് അന്ന് ഭയങ്കര സ്ട്രിക്റ്റ് ആയിരുന്നല്ലോ, കോവിഡ് വ്യാപിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത്. അപ്പൊ ഈ കൂട്ടും കൂടുന്നതും അതുപോലെ ഒരുമിച്ചിരുന്ന് ഈ ചീട്ട് കളിക്കുന്നതൊക്കെ നമ്മളെ പോലീസുകാർ എങ്ങനെയാണ് പിടിച്ചത്? ഡ്രോൺ പറത്തിക്കൊണ്ടാണല്ലേ പിടിച്ചത്. അപ്പൊ അതേപോലെ തന്നെ അനധികൃത ഖനനങ്ങൾ തടയാൻ വേണ്ടിയിട്ടും ഡ്രോൺ സർവേ നടപ്പിലാക്കുന്ന ആദ്യത്തെ സംസ്ഥാനം കേരളം തന്നെയാണ്. അടുത്തത് റിസർവ് ബാങ്ക് പുറത്തുവിട്ട 2023-24 റിപ്പോർട്ട് പ്രകാരം അസംഘടിത മേഖലയിലെ തൊഴിലാളികളുടെ ദിവസക്കൂലിയിൽ മുന്നിൽ നിൽക്കുന്ന സംസ്ഥാനം കേരളമാണ്. അസംഘടിത മേഖലയിലെ തൊഴിലാളികളുടെ ദിവസക്കൂലി, നമ്മളുടെ ഇവിടെയൊക്കെ ഒരു ദിവസം ഒരാളെ എന്തെങ്കിലും പണിക്കില്ലേ വിളിച്ചിട്ടുണ്ടെങ്കിൽ എത്ര രൂപ കൊടുക്കണം നിങ്ങൾക്ക് അറിയാലോ. അപ്പൊ ഏറ്റവും കൂടുതൽ ദിവസക്കൂലി ഉള്ളത് എവിടെയാണ്? കേരളത്തിൽ തന്നെയാണ്. അടുത്തത് സംസ്ഥാനത്തെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിന് കീഴിലുള്ള ആദ്യ മലിനജല ശുദ്ധീകരണ പ്ലാന്റ് നിലവിൽ വരുന്നത് മഞ്ചപ്പാലം, കണ്ണൂരാണ്. ഇമ്പോർട്ടൻ്റ് ആണത്. സംസ്ഥാനത്തെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിന് കീഴിൽ ആദ്യത്തെ മലിനജല ശുദ്ധീകരണ പ്ലാന്റ്, മലിനജലം ശുദ്ധീകരിക്കാനുള്ള പ്ലാന്റ് മഞ്ചപ്പാലം, കണ്ണൂരാണ് നിലവിൽ വരുന്നത്. അടുത്തത് കേരളത്തിലെ പ്രധാന റെയിൽവേ സ്റ്റേഷനുകളിൽ വിതരണം ആരംഭിച്ച സംസ്ഥാന ജലവിഭവ വകുപ്പിന് കീഴിലുള്ള കുപ്പിവെള്ള ബ്രാൻഡാണ് ഹില്ലി അക്വ. നിങ്ങൾ ഇതിനോടകം കണ്ടിട്ടുണ്ടാവും അല്ലെ, ഹില്ലി അക്വ എന്നുള്ളത്. അത് നമ്മുടെ സംസ്ഥാന ജലവിഭവ വകുപ്പിന് കീഴിലുള്ള കുടിവെള്ള ബ്രാൻഡാണ്. അപ്പൊ കേരളത്തിലെ പ്രധാനപ്പെട്ട റെയിൽവേ സ്റ്റേഷനുകളിലെല്ലാം തന്നെ ഇത് വിതരണം ആരംഭിച്ചിട്ടുണ്ട്, ഹില്ലി അക്വ. അപ്പൊ നിങ്ങൾ ഇനി കാണുമ്പോൾ ഹില്ലി അക്വ വാങ്ങിക്കുക. കാരണം എന്താണ്, നമ്മുടെ കേരള സർക്കാരിന്റെ ആണ് അല്ലെ. ഇപ്പൊ ഇതിൽ മാത്രമല്ല, റെയിൽവേ സ്റ്റേഷനുകളിൽ നിന്ന് മാത്രമല്ല, നമ്മുടെ റേഷൻ കടകൾ വഴി കുടിവെള്ളം വിതരണം ചെയ്യുന്നുണ്ട് അല്ലെ, കുറഞ്ഞ നിരക്കിൽ. സുജലം എന്ന പദ്ധതി വഴി റേഷൻ കടകൾ വഴിയും ശുദ്ധജലം വിതരണം ചെയ്യുന്നുണ്ട്. അപ്പൊ അവിടെയും ലഭ്യമാകുന്നത് അല്ലെങ്കിൽ അവിടെയും നൽകുന്നത് ഈ ഹില്ലി അക്വ എന്ന് പറഞ്ഞിട്ടുള്ള കുപ്പിവെള്ളം തന്നെയാണ്. അടുത്തത് നമ്മൾ ഓൾറെഡി പറഞ്ഞ ചോദ്യമാണ്. ആന്റിബയോട്ടിക് മരുന്നുകളുടെ ദുരുപയോഗം തടയുന്നതിനായിട്ട് സംസ്ഥാന ഡ്രഗ്സ് കൺട്രോൾ വിഭാഗം നടത്തുന്ന പരിശോധനയാണ് ഓപ്പറേഷൻ അമൃത് എന്നുള്ളത്. പരിശോധന ഓപ്പറേഷൻ അമൃത്. ഇനി മികച്ച ശിശു സൗഹൃദ സേവനങ്ങൾക്ക് ദേശീയ മുസ്കാൻ സർട്ടിഫിക്കേഷൻ എന്തിനാണ്? മികച്ച ശിശു സൗഹൃദ സേവനങ്ങൾക്ക് ലഭിച്ച സംസ്ഥാനത്തെ ആദ്യത്തെ ആശുപത്രി കോഴിക്കോട് മെഡിക്കൽ കോളേജ് IMCH ആണ്. IMCH
പൊതുജനാരോഗ്യ കേന്ദ്രങ്ങളിൽ ഗുണനിലവാരമുള്ള ശിശു സൗഹൃദ സേവനങ്ങൾ നൽകുന്നതിനാണ് മുസ്കാൻ സർട്ടിഫിക്കേഷൻ നൽകുന്നത്. അപ്പം മികച്ച ശിശു സൗഹൃദ സേവനങ്ങൾക്ക് ദേശീയ മുസ്കാൻ സർട്ടിഫിക്കേഷൻ ലഭിച്ചത് കേരളത്തിലെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് IMCH-നാണ്. കേരളത്തിലെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് IMCH-നാണ് മുസ്കാൻ സർട്ടിഫിക്കേഷൻ ലഭിച്ചത്. എന്തിനാണ് ഈ മുസ്കാൻ സർട്ടിഫിക്കേഷൻ കൊടുക്കുന്നത്? പൊതുജനാരോഗ്യ കേന്ദ്രങ്ങളിൽ ഗുണനിലവാരമുള്ള ശിശു സൗഹൃദ സേവനങ്ങൾ ലഭ്യമാക്കുന്നതിനാണ് മുസ്കാൻ സർട്ടിഫിക്കേഷൻ കൊടുക്കുന്നത്. അപ്പൊ ഈ ചോദ്യങ്ങൾ നമുക്കൊന്നും കൂടി നോക്കാം. രജിസ്ട്രേഷൻ മേഖലയിൽ ഇ സ്റ്റാമ്പിംഗ് ഏർപ്പെടുത്തുന്ന ആദ്യത്തെ സംസ്ഥാനം. രജിസ്ട്രേഷൻ മേഖലയിൽ ഇ സ്റ്റാമ്പിംഗ് ഏർപ്പെടുത്തുന്ന ആദ്യത്തെ സംസ്ഥാനം കേരളമാണ്. രാജ്യത്താദ്യമായിട്ട് നെക്സ്റ്റ് ജെൻ പരിവാഹൻ വഴി ഗതാഗത നിയമലംഘനങ്ങൾ പൊതുജനങ്ങൾക്ക് റിപ്പോർട്ട് ചെയ്യാൻ അവസരമൊരുക്കിയ ആദ്യത്തെ സംസ്ഥാനവും കേരളമാണ്. അനധികൃത ഖനനങ്ങൾ തടയാൻ രാജ്യത്താദ്യമായിട്ട് ഡ്രോൺ സർവേ ഏർപ്പെടുത്തിയ സംസ്ഥാനവും കേരളമാണ്. റിസർവ് ബാങ്ക് പുറത്തുവിട്ട 2023-24 റിപ്പോർട്ട് പ്രകാരം അസംഘടിത മേഖലയിലെ തൊഴിലാളികളുടെ ദിവസക്കൂലിയിൽ മുൻപിൽ നിൽക്കുന്ന സംസ്ഥാനവും കേരളമാണ്. 807 രൂപയാണ് നൽകിയിരിക്കുന്നത്. ഇനി സംസ്ഥാനത്തെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിന് കീഴിലുള്ള ആദ്യത്തെ മലിനജല ശുദ്ധീകരണ പ്ലാന്റ്, തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിന് കീഴിലുള്ള ആദ്യത്തെ മലിനജല ശുദ്ധീകരണ പ്ലാന്റ് മഞ്ചപ്പാലം, കണ്ണൂരാണ്. കേരളത്തിലെ പ്രധാന റെയിൽവേ സ്റ്റേഷനുകളിൽ വിതരണം ആരംഭിച്ച സംസ്ഥാന ജലവിഭവ വകുപ്പിന് കീഴിലുള്ള കുപ്പിവെള്ളത്തിന്റെ ബ്രാൻഡ് ഹില്ലി അക്വ. ഈ ഹില്ലി അക്വ ബ്രാൻഡ് തന്നെയാണ് റേഷൻ കടകൾ വഴി സുജലം എന്ന പദ്ധതി വഴി വിതരണം ചെയ്യുന്നതും. അടുത്തത് ആന്റിബയോട്ടിക്കുകളുടെ ദുരുപയോഗം തടയുന്നതിനായിട്ട് സംസ്ഥാന ഡ്രഗ് കൺട്രോൾ വിഭാഗം നടത്തുന്ന പരിശോധനയാണ് ഓപ്പറേഷൻ അമൃത്. മികച്ച ശിശു സൗഹൃദ സേവനങ്ങൾക്ക് ദേശീയ മുസ്കാൻ സർട്ടിഫിക്കേഷൻ ലഭിച്ച സംസ്ഥാനത്തെ ആദ്യത്തെ ആശുപത്രി കോഴിക്കോട് മെഡിക്കൽ കോളേജ് IMCH ആണ്. ഇനി ഫിഷറീസ് വകുപ്പിന്റെ ആദ്യത്തെ മത്സ്യവിഭവ റെസ്റ്റോറന്റ് കേരള സീ ഫുഡ് കഫേ നിലവിൽ വന്ന ജില്ല തിരുവനന്തപുരമാണ്. സ്ഥലം ആഴാക്കുളം എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ആഴമുള്ള കുളത്തിൽ നിന്ന് മീൻ പിടിക്കുക, അവിടെ തന്നെ ഫ്രൈ ചെയ്ത് കൊടുക്കുക എന്നൊക്കെ മുമ്പ് നമ്മൾ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഫിഷറീസ് വകുപ്പിന്റെ കീഴിൽ ആദ്യത്തെ മത്സ്യവിഭവങ്ങളുടെ റെസ്റ്റോറന്റ് ആണ്. അതായത് ആഴമുള്ള കുളത്തിൽ നിന്ന് മീൻ പിടിച്ചിട്ട് അവിടെ തന്നെ വെച്ച് പൊരിച്ച് കറി വെച്ച് കൊടുക്കുക. ആഴമുള്ള കുളം, ആഴക്കുളത്താണ് ആദ്യമായിട്ട് ഫിഷറീസ് വകുപ്പിന്റെ കീഴില് മത്സ്യവിഭവ റെസ്റ്റോറന്റ് വരുന്നത്. ആ റെസ്റ്റോറന്റിന്റെ പേരാണ് കേരള സീ ഫുഡ് കഫേ എന്നുള്ളത്. എവിടെയാണ്? ആഴാക്കുളം, തിരുവനന്തപുരമാണ്. ഇനി 2024 ജനുവരി 16 മഹാകവി കുമാരനാശാന്റെ എത്രാമത്തെ ചരമവാർഷികമാണ് നമ്മൾ ആചരിച്ചത്? 100ാമത്തെ ചരമവാർഷികമല്ല നമ്മൾ ആചരിച്ചത്. 1924 റെഡിമർ ബോട്ട് അപകടത്തിൽ മരിച്ചു എന്നൊക്കെ നമുക്കറിയാം. അതിന്റെ 100ാമത്തെ ചരമവാർഷികമായിരുന്നു 2024 ജനുവരി 16. അടുത്തത് ഡിജിറ്റൽ സാക്ഷരത കൈവരിച്ച ഇന്ത്യയിലെ ആദ്യത്തെ നഗരസഭ. നമ്മൾ പറഞ്ഞു സാക്ഷരതയുടെ കാര്യത്തിൽ കേരള ആയിരിക്കും എപ്പോഴും മുമ്പിൽ. അതുകൊണ്ട് തന്നെ ഡിജിറ്റൽ സാക്ഷരത കൈവരിച്ച ഇന്ത്യയിലെ ആദ്യത്തെ നഗരസഭ കൊട്ടാരക്കരയാണ്. നഗരസഭയുണ്ട്, നിയോജക മണ്ഡലവും ചോദിക്കും. അപ്പൊ നഗരസഭ അത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറാണ്ടിരിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നഗരസഭ എന്ന് പറയുമ്പോൾ സഭകളുള്ളത് കൊട്ടാരത്തിലാണ് അല്ലെ. സഭ നമ്മ പണ്ട് കാലത്ത് സഭ എന്ന് പറയാൻ കൊട്ടാരത്തിലാണ് അല്ലെ. കൊട്ടാരത്തിലെ സഭകളല്ലേ. അപ്പൊ അതുകൊണ്ട് തന്നെ കൊട്ടാരക്കര. ഡിജിറ്റൽ സാക്ഷരത കൈവരിച്ച ഇന്ത്യയിലെ ആദ്യത്തെ നഗരസഭ കൊട്ടാരക്കര കൊല്ലത്താണ്. ഇനി നിയോജക മണ്ഡലം ഏതെന്ന് ചോദിച്ചാൽ അത് തളിപ്പറമ്പ് കൊല്ലമാണ്. തളിപ്പറമ്പ് കണ്ണൂരാണ്. ഇത് കൊട്ടാരക്കര കൊല്ലവും തളിപ്പറമ്പ് കണ്ണൂരും. അടുത്തത് ഷെയ്ഖ് സൈനുദ്ദീൻ മഖ്ദൂമിന്റെ പേരിൽ അറബി ഭാഷാ സാംസ്കാരിക പഠന കേന്ദ്രം നിലവിൽ വരുന്നത് പൊന്നാനി, മലപ്പുറത്താണ്. ഷെയ്ഖ് സൈനുദ്ദീൻ മഖ്ദൂമിന്റെ പേരിലെ അറബി ഭാഷാ സാംസ്കാരിക പഠന കേന്ദ്രം നിലവിൽ വരുന്നത് പൊന്നാനി, മലപ്പുറം. അടുത്തത് 2024 റിപ്പബ്ലിക് ദിന പരേഡിലെ നാവികസേനാ സംഘത്തിന്റെ പ്ലാറ്റൂൺ കമാൻഡറായ മലയാളി ലഫ്റ്റനന്റ് H ദേവികയാണ്. 2024 റിപ്പബ്ലിക് ദിന പരേഡിലെ നാവികസേനാ സംഘത്തിന്റെ പ്ലാറ്റൂൺ കമാൻഡറായ മലയാളി ലഫ്റ്റനന്റ് H ദേവികയാണ്. യുവാക്കളുടെ തൊഴിലില്ലായ്മ പരിഹരിക്കുന്നതിനും നൈപുണ്യ പരിശീലനം മെച്ചപ്പെടുത്തുന്നതിനുമുള്ള ആദ്യത്തെ ജില്ലാ നൈപുണ്യ വികസന കേന്ദ്രം നിലവിൽ വരുന്നത് പാപ്പനംകോട്, തിരുവനന്തപുരം. യുവാക്കളിലെ തൊഴിലില്ലായ്മ പരിഹരിക്കാം. ഇപ്പൊ നമ്മൾ പറഞ്ഞില്ല നേരത്തെ, നഗരപ്രദേശങ്ങളിൽ ഏറ്റവും കൂടുതൽ തൊഴിലില്ലായ്മയുള്ളത് കേരളത്തിലാണ്, 31% ആണെന്നൊക്കെ പറഞ്ഞു ഇല്ലേ. അപ്പൊ ആ തൊഴിലില്ലായ്മ പരിഹരിക്കാം.
അതിന് വേണ്ടിയിട്ട് എന്താണ് നൈപുണ്യ പരിശീലനം മെച്ചപ്പെടുത്തുക. അതിന് വേണ്ടിയിട്ട് ആദ്യത്തെ ജില്ലാ നൈപുണ്യ വികസന കേന്ദ്രം പാപ്പനംകോട് തിരുവനന്തപുരത്താണ് വന്നത്. അപ്പൊ നമുക്കറിയാം പാപ്പനംകോട് എന്ന് പറയുമ്പോൾ ആനപ്പാപ്പാൻ ആവാന്നുള്ളത് ഒരു പ്രത്യേക നൈപുണ്യം വേണം അല്ലെ, അതിനോട് പ്രത്യേക താല്പര്യവും അതുപോലെ തന്നെ അവയോട് പ്രത്യേക ഒരു ഇഷ്ടമൊക്കെ ഉള്ളവർക്ക്, അങ്ങനെ പ്രത്യേക രീതിയിൽ നൈപുണ്യം ഉള്ളവർക്ക് ആനപ്പാപ്പാനാവാൻ പറ്റുള്ളൂ. അല്ലാത്തവർ ചെന്നിട്ടുണ്ടെങ്കിൽ ആനെടുത്ത് എറിയൂല്ലേ. അപ്പൊ അങ്ങനെ ഓർക്കാം, നൈപുണ്യ വികസന കേന്ദ്രം എന്ന് പറയുമ്പോൾ പാപ്പാനാവാൻ നല്ല നൈപുണ്യം വേണം. പാപ്പനംകോട് തിരുവനന്തപുരത്താണ് ജില്ലാ നൈപുണ്യ വികസന കേന്ദ്രം ആരംഭിച്ചിട്ടുള്ളത്. ഇനി IT പ്രൊഫഷണലുകളായിട്ടുള്ള സ്ത്രീ സംരംഭകർക്കായിട്ട് ഷീ ഹബ് എന്ന പേരിൽ തൊഴിലിടം ഒരുക്കുന്ന കോർപ്പറേഷൻ തിരുവനന്തപുരം കോർപ്പറേഷനാണ്. IT പ്രൊഫഷണലുകളായിട്ടുള്ള സ്ത്രീകൾക്ക് എന്താണ് ഷീ ഹബ് എന്ന പേരിൽ ഒരു തൊഴിലിടം ഒരുക്കുന്ന കോർപ്പറേഷൻ. അപ്പൊ ഈ IT പ്രൊഫഷൻ എന്ന് പറയുമ്പോൾ നമുക്കറിയാം മെയിൻ ആയിട്ട് IT പ്രൊഫഷൻ ഒന്ന് തിരുവനന്തപുരത്ത് നമ്മുടെ ടെക്നോ പാർക്കും പിന്നെ കൊച്ചിയിലെ ഇൻഫോ പാർക്കാണ് നമ്മുടെ മനസ്സിലേക്കൊക്കെ അല്ലെ, നിങ്ങളുടെ മനസ്സിലേക്ക് അങ്ങനെ തന്നെയല്ലേ. നമുക്ക് IT എന്ന് പറയുമ്പോൾ ആദ്യം വരാം തിരുവനന്തപുരത്ത് ടെക്നോ പാർക്ക്, അതേപോലെ കൊച്ചിയിലെ ഇൻഫോ പാർക്കാണ് ഓർമ്മ വരാം. അപ്പൊ സ്ത്രീകൾക്ക് ഒരു ഷീ ഹബ് എന്ന പേരിൽ തൊഴിലിടം ഒരുക്കുന്ന കോർപ്പറേഷൻ തിരുവനന്തപുരം കോർപ്പറേഷൻ ആണെന്ന് ഓർത്തിരിക്കുക. തിരുവനന്തപുരം കോർപ്പറേഷനാണ്. IT പ്രൊഫഷണലുകളായിട്ടുള്ള സ്ത്രീകൾക്ക് ഷീ ഹബ് എന്ന പേരിൽ തൊഴിലിടം ഒരുക്കുന്ന കോർപ്പറേഷൻ തിരുവനന്തപുരം കോർപ്പറേഷനാണ്. ഇനി അന്താരാഷ്ട്ര ക്രിക്കറ്റ് സ്റ്റേഡിയം ഉൾക്കൊള്ളുന്ന ഇന്ത്യയിലെ ആദ്യത്തെ കാർബൺ ന്യൂട്രൽ സ്പോർട്സ് സിറ്റി. അന്താരാഷ്ട്ര സ്റ്റേഡിയം കൂടി ഉൾക്കൊള്ളുന്ന ഒരു കാർബൺ ന്യൂട്രൽ സിറ്റിയാണ്. അല്ലാതെ വെറുതെ ഒരു കാർബൺ ന്യൂട്രൽ സ്പോർട്സ് സിറ്റി അല്ല പറഞ്ഞിട്ടുള്ളത്. അന്താരാഷ്ട്ര ക്രിക്കറ്റ് സ്റ്റേഡിയം കൂടി ഉൾക്കൊള്ളുന്ന ഇന്ത്യയിലെ ആദ്യത്തെ കാർബൺ ന്യൂട്രൽ സ്പോർട്സ് സിറ്റി നിലവിൽ വരുന്നത് എറണാകുളത്താണ്. എറണാകുളത്ത് ഒരു അന്താരാഷ്ട്ര ക്രിക്കറ്റ് സ്റ്റേഡിയം ഇല്ലേ, അതും കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് കൊച്ചിൻ സ്പോർട്സ് സിറ്റി ആണ് വരുന്നത്. കാർബൺ ന്യൂട്രൽ ആയിട്ടുള്ള സ്പോർട്സ് സിറ്റി, ഒരു അന്താരാഷ്ട്ര സ്റ്റേഡിയം കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള കാർബൺ ന്യൂട്രൽ സ്പോർട്സ് സിറ്റി നിലവിൽ വരുന്നത് എവിടെയാണ്? എറണാകുളത്താണ്. കൊച്ചിൻ സ്പോർട്സ് സിറ്റി ആണത്. അടുത്തത് സംസ്ഥാനത്ത് ആദ്യമായിട്ട് തുളസി വനം ആരംഭിച്ച ഇക്കോ ടൂറിസം പദ്ധതി കോന്നി ഇക്കോ ടൂറിസം പദ്ധതിയാണ്. സംസ്ഥാനത്ത് ആദ്യമായിട്ട് തുളസി വനം ആരംഭിച്ചിട്ടുള്ള ഇക്കോ ടൂറിസം കേന്ദ്രം, ഒരു തുളസി വനം ആരംഭിച്ചിട്ടുള്ള ഇക്കോ ടൂറിസം കേന്ദ്രം കോന്നി ഇക്കോ ടൂറിസം കേന്ദ്രമാണ്. അപ്പൊ നമ്മൾ തുളസി വനം എന്നൊക്കെ പറയുമ്പോൾ തുളസി എന്ന് കേൾക്കുമ്പോൾ നമ്മൾ അപ്പം മുടിയിൽ തുളസി ചൂടുന്നത് നിങ്ങൾക്ക് ഓർക്കാൻ പറ്റുമോ? മുടിയിൽ നമ്മൾ തുളസി ചൂടുന്നതിനേക്കാളും മുമ്പ് നമ്മൾ മുടിയൊക്കെ കുളിച്ച് വന്ന് നേരെ തുളസി വെക്കും അല്ലെ. അപ്പൊ അതിനു മുമ്പ് മുടിയൊക്കെ ഒന്ന് കോന്നിയതിന് ശേഷമല്ലേ, ഒന്ന് കോന്തി ഒതുക്കി ഒന്ന് ചെടയൊക്കെ തീർത്തതിന് ശേഷമല്ലേ, നിങ്ങൾ അങ്ങനെയാണോ പറയാം? കോന്നി ഒതുക്കിയതിന് ശേഷമാണ് നമ്മൾ തുളസി വെക്കുക. അപ്പൊ തുളസി വനം എന്ന് കേൾക്കുമ്പോൾ നമ്മൾ കോന്നിയിട്ടാണ്, മുടി കോന്നിയതിന് ശേഷമാണ് തുളസി വെക്കാൻ ഓർക്കുക. അപ്പൊ തുളസി വനം ആരംഭിച്ചിട്ടുള്ള ഇക്കോ ടൂറിസം കോന്നി ഇക്കോ ടൂറിസം കേന്ദ്രമാണ്. അടുത്തത് കേരള നിയമസഭയിൽ ഏറ്റവും കുറഞ്ഞ സമയം കൊണ്ട് നയപ്രഖ്യാപനം നടത്തിയ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനാണ്. 78 സെക്കൻഡ് കൊണ്ടാണ് അദ്ദേഹം നയപ്രഖ്യാപനം നടത്തിയത്. അപ്പൊ നമുക്കറിയാലോ നമ്മുടെ മുഖ്യമന്ത്രിയും നമ്മുടെ ഗവർണറും ഒട്ടും നല്ല ടേംസിലല്ല പോകുന്നത്. അപ്പൊ ഏറ്റവും കുറഞ്ഞ സമയം കൊണ്ട് നയപ്രഖ്യാപനം നടത്തിയിട്ടുള്ള ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനാണ്. ഇപ്പൊ ഗവർണർ മാറിയില്ലേ, ഇപ്പോഴത്തെ ഗവർണർ ആരാണ്? കേരളത്തിന്റെ 23ാമത്തെ ഗവർണറാണ് ഇപ്പോൾ ചുമതലയേറ്റിട്ടുള്ളത് രാജേന്ദ്ര ആർലേക്കർ. ആരിഫ് മുഹമ്മദ് ഖാൻ ഇപ്പൊ നിലവിൽ മാറിയില്ലേ, ഇപ്പോൾ ആരാണ്? രാജേന്ദ്ര ആർലേക്കർ ആണ് ഇപ്പോൾ നിലവിൽ കേരള ഗവർണർ എന്ന് പറഞ്ഞത്. അപ്പൊ അതിനു മുമ്പാണ് നമ്മുടെ ഈ കേരള നിയമസഭയിൽ ഏറ്റവും കുറഞ്ഞ സമയം കൊണ്ട് നയപ്രഖ്യാപനം നടത്തിയത് ആരിഫ് മുഹമ്മദ് ഖാനാണ്. ഇനി കുടുംബശ്രീ ഉൽപ്പാദിപ്പിക്കുന്ന വിഷരഹിതമായിട്ടുള്ള പഴങ്ങളും പച്ചക്കറികളും വിപണിയിൽ എത്തിക്കുന്നതിന് വേണ്ടി ആരംഭിച്ച ഔട്ട്ലെറ്റ് ആണ് നാച്ചേഴ്സ് ഫ്രഷ് എന്നുള്ളത്. നാച്ചേഴ്സ് ഫ്രഷ് നമുക്കിപ്പോൾ വായിക്കുമ്പോൾ എളുപ്പമായി തോന്നും, പക്ഷെ ഇതുമായി ബന്ധപ്പെട്ട ഈ ഫ്രഷുമായി ബന്ധപ്പെട്ട അതേ ഇതുകളായിരിക്കും, പേരുകളായിരിക്കും നമുക്ക് ഓപ്ഷനിൽ ഉണ്ടാവുക. അതുകൊണ്ട് ശ്രദ്ധിച്ചു വെക്കുക. നാച്ചേഴ്സ് ഫ്രഷ് എന്നുള്ളതാണ് ആ ഔട്ട്ലെറ്റിന്റെ പേര്. നാച്ചേഴ്സ് ഫ്രഷ് കുടുംബശ്രീ ഉൽപ്പാദിപ്പിക്കുന്ന വിഷരഹിത പഴങ്ങളും പച്ചക്കറികളും വിപണിയിൽ ലഭ്യമാക്കുന്നതിന് ആരംഭിച്ച ഔട്ട്ലെറ്റ് ആണ് നാച്ചേഴ്സ് ഫ്രഷ് എന്നുള്ളത്. ഇനി സംസ്ഥാനത്തെ കുഷ്ഠരോഗ ബാധിതരെ കണ്ടെത്താൻ വേണ്ടി സംസ്ഥാന സർക്കാർ നടത്തുന്ന ക്യാമ്പയിൻ ആണ് സ്പർശ് എന്നുള്ളത്. സ്പർശ് നമ്മുടെ ആശാ വർക്കർമാരൊക്കെ നമ്മുടെ വീടുകളിൽ എത്തിയിട്ട് ചിലപ്പോൾ ഇത് ചോദിച്ചിട്ടുണ്ടാവും, കുറെ ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ടാവും അല്ലെ. ഈ കുഷ്ഠരോഗങ്ങളുമായി ബന്ധപ്പെട്ട് നമ്മൾ പണ്ട് സ്കൂളുകളിലൊക്കെ പഠിക്കുന്ന സമയത്ത് അവിടെ വരാറുണ്ട് പരിശോധനയ്ക്ക് വേണ്ടിയിട്ട്. അതേപോലെ തന്നെ വീടുകളിൽ എത്തിയിട്ട് അവര് കണക്കെടുത്തിട്ടുണ്ടായിരുന്നു ആർക്കെങ്കിലും ഇത്തരത്തില് സ്പർശനശേഷി ഇല്ലാത്ത ഭാഗങ്ങളോ അങ്ങനത്തെ എന്തെങ്കിലും നിറം വ്യത്യാസമോ ശരീരത്തിലുണ്ടോ എന്നൊക്കെ ചോദിച്ചിട്ട്. അപ്പൊ അതൊക്കെ ഈ സ്പർശ് എന്നുള്ള ക്യാമ്പയിന്റെ ഭാഗമായിട്ടാണ്. സംസ്ഥാനത്ത് കുഷ്ഠരോഗ ബാധിതരെ കണ്ടെത്താൻ വേണ്ടി സംസ്ഥാന സർക്കാർ നടത്തിയ ക്യാമ്പയിനാണ് സ്പർശ് എന്നുള്ളത്.
ഇനി നിരോധിത മയക്കുമരുന്നുകളുടെ സംഭരണം, വിപണനം തുടങ്ങിയ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്നവരെ പിടികൂടുന്നതിന് വേണ്ടി കേരള പോലീസ് സംസ്ഥാന വ്യാപകമായി നടത്തിയ പരിശോധനയാണ് ഓപ്പറേഷൻ ഡി ഹണ്ട് എന്നുള്ളത്. ഡി എന്ന് പറയുമ്പോൾ ഡ്രഗ്സ് ഹണ്ട്, ഓപ്പറേഷൻ ഡി ഹണ്ട്. ഓർക്കാൻ സുഖാണ്, ഡ്രഗ്സ് ഹണ്ട് എന്നുള്ളത് ഡി ഹണ്ട്. നിരോധിത മയക്കുമരുന്നുകളുടെ സംഭരണം, വിപണനം തുടങ്ങിയ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്നവരെ പിടികൂടുന്നതിന് വേണ്ടി കേരള പോലീസ് വ്യാപകമായി നടത്തിയ പരിശോധനയാണ് ഓപ്പറേഷൻ ഡി ഹണ്ട് എന്നുള്ളത്. പാഴ്സൽ ഭക്ഷണത്തിന്റെ കവറിനു പുറത്ത് ലേബൽ പതിക്കണമെന്ന നിയമം പാലിക്കുന്നുവെന്ന് ഉറപ്പുവരുത്താൻ വേണ്ടി സംസ്ഥാന ഭക്ഷ്യ സുരക്ഷാ വകുപ്പ് നടത്തിയ പരിശോധനയുടെ പേര് ഓപ്പറേഷൻ ലേബൽ എന്നുള്ളതാണ്. ഓപ്പറേഷൻ ലേബൽ അതായത് ഈ പാക്ക്ഡ് ഫുഡ് ഐറ്റംസ് ഉണ്ടാവല്ലോ, പാക്ക്ഡ് ഫുഡ് ഐറ്റംസിൽ എല്ലാത്തിലും തന്നെ കൃത്യമായിട്ട് എന്നാണ് അത് ഉണ്ടാക്കിയതെന്നും എത്ര നാൾ വരെ അത് ഉപയോഗിക്കാമെന്നും അതിൽ കൃത്യമായി രേഖപ്പെടുത്തിയിരിക്കണം. പ്രത്യേകിച്ച് ബേക്കറി ഐറ്റംസ്, കേക്ക്, അതേപോലെ തന്നെ ബ്രെഡ്, അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ, ഉണ്ണിയപ്പം, അങ്ങനത്തെ സാധനങ്ങളൊക്കെ കൃത്യമായിട്ട് അതിൽ എന്നാണ് അത് ഉണ്ടാക്കിയതെന്നും എത്ര നാൾ വരെ അത് ഉപയോഗിക്കാമെന്നും കൃത്യമായി രേഖപ്പെടുത്തിയിരിക്കണം. നമ്മൾ ചില സ്ഥലത്തു നിന്നൊക്കെ ഈ ബ്രെഡൊക്കെ വാങ്ങിക്കുമ്പോൾ അതിൽ എന്നാണോ ഉണ്ടാക്കിയതെന്ന് കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ടാവില്ല, പക്ഷെ എന്താണ് ബെസ്റ്റ് ബിഫോർ 7 days ജസ്റ്റ് കൊടുത്തിട്ടുണ്ടായിരിക്കും. അപ്പൊ അതിന് പകരം കൃത്യമായിട്ട് എന്നാണ് ഉണ്ടാക്കിയതെന്നും എത്ര നാൾ വരെ അത് ഉപയോഗിക്കാം എന്നുള്ള കൃത്യമായ നിർദ്ദേശം പാക്ക്ഡ് ഫുഡിന്റെ മുകളിൽ കൊടുത്തിരിക്കണം. അത് അങ്ങനെ അത്തരത്തിൽ നൽകിയിട്ടുണ്ട് എന്ന് ഉറപ്പുവരുത്തുന്നതിന് വേണ്ടി നടത്തിയ ഓപ്പറേഷനാണ്, പരിശോധനയാണ്, ഭക്ഷ്യസുരക്ഷാ വകുപ്പിന്റെ പരിശോധനയാണ് ഓപ്പറേഷൻ ലേബൽ എന്നുള്ളത്. ഓപ്പറേഷൻ ലേബൽ അത് നമുക്ക് കണക്ട് ചെയ്യാൻ ബുദ്ധിമുട്ടില്ലല്ലോ. അടുത്തത് 2023 കേരളത്തിലെ മികച്ച പോലീസ് സ്റ്റേഷനായിട്ട് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം തെരഞ്ഞെടുത്തത് കുറ്റിപ്പുറം പോലീസ് സ്റ്റേഷനാണ്. 2023 കേരളത്തിലെ മികച്ച പോലീസ് സ്റ്റേഷനായിട്ട് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം തെരഞ്ഞെടുത്തത് കുറ്റിപ്പുറമാണ്. രാജ്യത്തെ 9ാമത്തെ സ്ഥാനമുള്ളൂ. രാജ്യത്ത് 9ാം സ്ഥാനവും കേരളത്തിലെ 1ാം സ്ഥാനവും. കേരളത്തിലെ 1ാം സ്ഥാനം കുറ്റിപ്പുറം. അപ്പൊ നമ്മൾ ഈ ഇതുണ്ടല്ലോ, ആക്ഷൻ ഹീറോ ബിജു ഒക്കെ കണ്ടപ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ഈ കരിക്ക് ഒരു ഇതിൽ കെട്ടിയിട്ട്, തോർത്തുണ്ടല് കെട്ടിയിട്ട് പുറത്തിട്ട് കുത്തുന്നത് ഇല്ലേ, കുറ്റിപ്പുറം. പുറത്തിട്ട് നല്ല അടിയടിക്കുന്ന കണ്ടിട്ടില്ലേ? അപ്പൊ അങ്ങനെ ഓർത്താൽ മതി. ഇപ്പോൾ ഏറ്റവും മികച്ച പോലീസ് സ്റ്റേഷൻ അതാണെന്ന് ഓർക്കുക, കുറ്റിപ്പുറം. ഈ പുറത്തിട്ട് നല്ല ഇടി കൊടുക്കുന്ന പോലീസ് സ്റ്റേഷനാണ് ഏറ്റവും നല്ല പോലീസ് സ്റ്റേഷൻ എന്ന് വെറുതെ ഓർത്തേക്കുക, കോഡിന് വേണ്ടിയിട്ടാണ്. കുറ്റിപ്പുറം പോലീസ് സ്റ്റേഷനാണ് 2023 കേരളത്തിലെ മികച്ച പോലീസ് സ്റ്റേഷനായിട്ട് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം തെരഞ്ഞെടുത്തത്. അത് നമ്മുടെ ഇത് മൊത്തം രാജ്യത്ത് നോക്കുകയാണെങ്കിൽ 9ാം സ്ഥാനമാണ്. ഇനി ആഭ്യന്തര വകുപ്പ് വിജ്ഞാപന പ്രകാരം സംസ്ഥാനത്തെ മുനിസിഫ് മജിസ്ട്രേറ്റ് മുതൽ സബ് ജഡ്ജി വരെയുള്ളവരുടെ പുതിയ ഔദ്യോഗിക സ്ഥാനപ്പേര് സിവിൽ ജഡ്ജി എന്നാക്കി മാറി. സിവിൽ ജഡ്ജി ആഭ്യന്തര വകുപ്പിന്റെ വിജ്ഞാപന പ്രകാരമാണ് സംസ്ഥാനത്തെ മുനിസിഫ് മജിസ്ട്രേറ്റ് മുതൽ സബ് ജഡ്ജി വരെയുള്ളവരുടെ ഔദ്യോഗിക സ്ഥാനപ്പേര് സിവിൽ ജഡ്ജി എന്നാക്കി മാറ്റി. ഇനി 2024 ഫെബ്രുവരി വർഷത്തെ കേരള ബഡ്ജറ്റ് നിയമസഭയിൽ അവതരിപ്പിച്ചത് ആരാണെന്ന് എല്ലാവർക്കും അറിയാലോ, KN ബാലഗോപാലാണ് അവതരിപ്പിച്ചത്. അപ്പൊ ഇത്രയും ചോദ്യങ്ങൾ ഒന്നും കൂടി വായിക്കട്ടെ. ഫിഷറീസ് വകുപ്പിന്റെ ആദ്യത്തെ മത്സ്യവിഭവ റെസ്റ്റോറന്റ് കേരള സീ ഫുഡ് കഫേ എവിടെയാണ് നിലവിൽ വന്നത്? ആഴാക്കുളം, തിരുവനന്തപുരം അല്ലെ. സീ ഫുഡ് കഫേ, കേരള സീ ഫുഡ് കഫേ തിരുവനന്തപുരത്ത് ആഴാക്കുളത്താണ്. ഇനി 2024 ജനുവരി 16 മഹാകവി കുമാരനാശാന്റെ എത്രാമത്തെ ചരമവാർഷികമാണ് ആചരിച്ചത്? 100ാമത്തെ ചരമവാർഷികം. ഡിജിറ്റൽ സാക്ഷരത കൈവരിച്ച ഇന്ത്യയിലെ ആദ്യത്തെ നഗരസഭ കൊട്ടാരക്കര, കൊല്ലമാണ്. ആദ്യത്തെ നിയോജക മണ്ഡലം ചോദിച്ചാൽ തളിപ്പറമ്പ്, കണ്ണൂരാണ്. ഇനി ഷെയ്ഖ് സൈനുദ്ദീൻ മഖ്ദൂമിന്റെ പേരിൽ അറബി ഭാഷ സാംസ്കാരിക പഠന കേന്ദ്രം നിലയിൽ വരുന്നത് പൊന്നാനി, മലപ്പുറമാണ്. 2024 റിപ്പബ്ലിക് ദിന പരേഡിൽ നാവികസേനാ സംഘത്തിന്റെ പ്ലാറ്റൂൺ കമാൻഡറായ മലയാളി ലഫ്റ്റനന്റ് H ദേവികയാണ്. ഇനി യുവാക്കളുടെ തൊഴിലില്ലായ്മ പരിഹരിക്കുന്നതിനും നൈപുണ്യ പരിശീലനം മെച്ചപ്പെടുത്തുന്നതിനുമായിട്ട് ആദ്യത്തെ ജില്ലാ നൈപുണ്യ വികസന കേന്ദ്രം നിലവിൽ വന്നത് എവിടെയാണ്? ഓർത്തോക്കെ, പാപ്പനംകോട്, തിരുവനന്തപുരം. IT പ്രൊഫഷണലുകളായിട്ടുള്ള സ്ത്രീ സംരംഭകർക്കായിട്ട് ഷീഹബ് എന്ന പേരിൽ തൊഴിലിടം ഒരുക്കുന്ന കോർപ്പറേഷൻ തിരുവനന്തപുരമാണ്. അന്താരാഷ്ട്ര ക്രിക്കറ്റ് സ്റ്റേഡിയം ഉൾക്കൊള്ളുന്ന ഇന്ത്യയിലെ ആദ്യത്തെ കാർബൺ ന്യൂട്രൽ സ്പോർട്സ് സിറ്റി നിലവിൽ വരുന്നത് എറണാകുളത്ത് കൊച്ചിൻ സ്പോർട്സ് സിറ്റിയാണ്. സംസ്ഥാനത്ത് ആദ്യമായിട്ട് തുളസീവനം ആരംഭിച്ച ഇക്കോ ടൂറിസം കേന്ദ്രം തുളസീവനം. സംസ്ഥാനത്ത് ആദ്യമായിട്ട് തുളസീവനം ആരംഭിച്ച ഇക്കോ ടൂറിസം കേന്ദ്രം ഏതാണ്? കോന്നി ഇക്കോ ടൂറിസം കേന്ദ്രമാണ്. കേരള നിയമസഭയിലെ ഏറ്റവും കുറഞ്ഞ സമയം കൊണ്ട് നയപ്രഖ്യാപനം നടത്തിയ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനാണ്. 78 സെക്കൻഡ് കൊണ്ടാണ് നയപ്രഖ്യാപനം നടത്തിയത്. കുടുംബശ്രീ ഉൽപ്പാദിപ്പിക്കുന്ന വിഷരഹിത പഴങ്ങളും പച്ചക്കറികളും വിപണിയിൽ ലഭ്യമാക്കുന്നതിന് വേണ്ടി ആരംഭിച്ച ഔട്ട്ലെറ്റ്
നാച്ചേഴ്സ് ഫ്രഷ് എന്നുള്ളതാണ്. സംസ്ഥാനത്ത് കുഷ്ഠരോഗ ബാധിതരെ കണ്ടെത്താൻ സംസ്ഥാന സർക്കാർ നടപ്പിലാക്കുന്ന ക്യാമ്പയിനാണ് സ്പർശ് എന്നുള്ളത്. നിരോധിത മയക്കുമരുന്നുകളുടെ സംഭരണം, വിപണനം തുടങ്ങിയ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്നവരെ പിടികൂടുന്നതിനായിട്ട് കേരള പോലീസ് സംസ്ഥാന വ്യാപകമായി നടത്തുന്ന പരിശോധന ഓപ്പറേഷൻ ഡി ഹണ്ട് ആണ്. പാർസൽ ഭക്ഷണത്തിന്റെ കവറിനു പുറത്ത് ലേബൽ പതിക്കണമെന്ന നിയമം പാലിക്കുന്നുവെന്ന് ഉറപ്പുവരുത്താൻ വേണ്ടി സംസ്ഥാന ഭക്ഷ്യസുരക്ഷാ വകുപ്പ് നടപ്പിലാക്കിയ പരിശോധനയാണ് ഓപ്പറേഷൻ ലേബൽ എന്നുള്ളത്. 2023 കേരളത്തിലെ മികച്ച പോലീസ് സ്റ്റേഷനായിട്ട് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം തെരഞ്ഞെടുത്തത് കുറ്റിപ്പുറം പോലീസ് സ്റ്റേഷനെയാണ്. ആഭ്യന്തര വകുപ്പ് വിജ്ഞാപന പ്രകാരം സംസ്ഥാനത്തെ മുനിസിഫ് മജിസ്ട്രേറ്റ് മുതൽ സബ് ജഡ്ജി വരെയുള്ളവരുടെ ഔദ്യോഗിക സ്ഥാനപ്പേരിനി സിവിൽ ജഡ്ജി എന്നായിരിക്കും. 2024 ഫെബ്രുവരിയിൽ 2024-25 വർഷത്തെ കേരള ബഡ്ജറ്റ് നിയമസഭയിൽ അവതരിപ്പിച്ചത് KN ബാലഗോപാലാണ്. അടുത്ത ചോദ്യം നിങ്ങൾ ഓൾറെഡി പഠിച്ചിട്ടുള്ളതായിരിക്കും. വൃത്തിയുള്ള ബീച്ചുകൾക്ക് ലഭിക്കുന്ന ബ്ലൂ ഫ്ലാഗ് സർട്ടിഫിക്കറ്റ് 2024 ലഭിച്ച കോഴിക്കോടുള്ള ബീച്ചാണ് കാപ്പാട് ബീച്ച് അല്ലേ. വൃത്തിയുള്ള ബീച്ചുകൾക്ക് ലഭിക്കുന്ന ബ്ലൂ ഫ്ലാഗ് സർട്ടിഫിക്കറ്റ് ലഭിച്ചത് കാപ്പാട് ബീച്ചിനാണ്. അതേപോലെ തന്നെ നമ്മുടെ പാപനാശം ബീച്ച് ഉണ്ടല്ലോ, വർക്കലയിലെ പാപനാശം ബീച്ചിന് ഒരു പ്രത്യേകത ഉണ്ടല്ലോ. അതായത് കണ്ടിരിക്കേണ്ട 100 ഏറ്റവും മനോഹരമായ 100 സ്ഥലങ്ങളിൽ ഉൾപ്പെട്ടിട്ടുള്ള ഒന്നാണ് നമ്മുടെ പാപനാശം ബീച്ച് എന്നുള്ളത്. അതും വരുമായിരിക്കും. അപ്പൊ വൃത്തിയുള്ള ബീച്ചുകൾക്ക് ലഭിക്കുന്ന ബ്ലൂ ഫ്ലാഗ് സർട്ടിഫിക്കറ്റ് ലഭിച്ച കേരളത്തിലെ ബീച്ചാണ് കോഴിക്കോട് കാപ്പാട് ബീച്ച് എന്ന് പറയുന്നത്. ഇനി ചെടിയിൽ നിന്ന് പുതുമണ്ണിന്റെ മണമുള്ള അത്തർ വികസിപ്പിച്ചെടുത്ത കേരളത്തിലെ ഗവേഷണ സ്ഥാപനമാണ് ജവഹർലാൽ നെഹ്റു ട്രോപ്പിക്കൽ ബൊട്ടാണിക്കൽ ഗാർഡൻ പാലോട് എന്നുള്ളത്. ഇമ്പോർട്ടൻ്റ് ആണത്. ചെടിയിൽ നിന്നും പുതുമണ്ണിന്റെ മണമുള്ള അത്തർ, മിട്ടിക്ക അത്തർ, മിട്ടി എന്ന് വെച്ചാൽ മണ്ണെന്നല്ല അർത്ഥം. മിട്ടിക്ക അത്തർ വികസിപ്പിച്ച കേരളത്തിലെ ഗവേഷണ സ്ഥാപനം ജവഹർലാൽ നെഹ്റു ട്രോപ്പിക്കൽ ബൊട്ടാണിക്കൽ ഗാർഡൻ പാലോടാണ്. പാലോട് എന്ന് പറയുമ്പോൾ തന്നെ അവിടെ ഓട് വരുന്നുണ്ട് അല്ലേ. ഓടൊക്കെ പൊടിഞ്ഞു കഴിഞ്ഞാൽ മണ്ണ് പോലെയല്ലേ ഇരിക്കുക. അല്ലെങ്കിൽ തന്നെ ഈ നല്ല വെയിലത്ത് കിടക്കുന്ന ഈ ഓടുണ്ടല്ലോ, അതിന്റെ മുകളിൽ കുറച്ച് വെള്ളം ഒഴിച്ച് കഴിഞ്ഞാലും ഈ പുതുമണ്ണിന്റെ മണം കിട്ടും. അപ്പൊ അങ്ങനെ എന്തെങ്കിലുമൊക്കെ നിങ്ങളുടെ മനസ്സിൽ വിഷ്വലൈസ് ചെയ്തൊന്ന് ഓർത്തിരിക്കുക. പാലോട് ജവഹർലാൽ നെഹ്റു ട്രോപ്പിക്കൽ ബൊട്ടാണിക്കൽ ഗാർഡൻ ആണ് ഇത്തരത്തിൽ ചെടിയിൽ നിന്നും പുതുമണ്ണിന്റെ മണമുള്ള അത്തർ വികസിപ്പിച്ചെടുത്ത ഗവേഷണ കേന്ദ്രം. ഇനി കുടുംബശ്രീയുടെ ആദ്യ പ്രീമിയം കഫേ പ്രവർത്തനം ആരംഭിച്ചത് അങ്കമാലി എറണാകുളമാണ്. കുടുംബശ്രീയുടെ ആദ്യത്തെ പ്രീമിയം കഫേ പ്രവർത്തനം ആരംഭിച്ചത് അങ്കമാലി എറണാകുളമാണ്. അപ്പൊ ജസ്റ്റ് കോഡിന് വേണ്ടി പറയാണ്, ഈ കുടുംബശ്രീയുടെ അല്ലേ, അപ്പൊ സ്ത്രീകൾ തന്നെയാണല്ലോ, അപ്പൊ നല്ല അംഗമായിരിക്കും അങ്ങനെ വെറുതെ മനസ്സിൽ ഇതൊക്കെ വെറുതെ കോഡിന് വേണ്ടി പറയുന്നതാണെ മറന്നു പോകാതിരിക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ കുടുംബശ്രീ കേൾക്കുമ്പോൾ അല്ലേ ഭയങ്കര നല്ല അംഗമായിരിക്കും ഈ സ്ത്രീകളെല്ലാരും കൂടി എന്നൊക്കെ വെറുതെ ഇങ്ങനെ ആലോചിക്കുക. അപ്പൊ നമുക്ക് കിട്ടും അങ്കമാലി എറണാകുളം. ഇനി അടുത്ത ചോദ്യം അവിടെ ഉണ്ട്. സഞ്ചാരികൾ കണ്ടിരിക്കേണ്ട ലോകത്തിലെ ഏറ്റവും മനോഹരമായിട്ടുള്ള 100 ബീച്ചുകളിൽ ഒന്നായിട്ട് ലോൺലി പ്ലാനറ്റിന്റെ ബീച്ച് ഗൈഡ് ബുക്ക് തെരഞ്ഞെടുത്ത കേരളത്തിലെ ബീച്ചാണ് പാപനാശം ബീച്ച് വർക്കല എന്നുള്ളത്. സഞ്ചാരികൾ കണ്ടിരിക്കേണ്ട ലോകത്തിലെ ഏറ്റവും മനോഹരമായിട്ടുള്ള 100 ബീച്ചുകളിൽ ഒന്നായിട്ട് തെരഞ്ഞെടുത്തതാണ് പാപനാശം ബീച്ച് വർക്കല എന്നുള്ളത്. ഇനി കേരളത്തിലെ ആദ്യത്തെ സൗജന്യ വൈഫൈ പാർക്ക് മാനാഞ്ചിറ സ്ക്വയർ ആണ്. അടുത്തത് സേവനങ്ങൾ ക്ഷീര കർഷകരുടെ വീട്ടുപടിക്കൽ എത്തിക്കുന്നതിനും വിജ്ഞാന പ്രവർത്തനങ്ങൾ ത്വരിതപ്പെടുത്തുന്നതിനും മൃഗസംരക്ഷണ വകുപ്പ് കുടുംബശ്രീയുമായി ചേർന്ന് രൂപീകരിച്ച കർമ്മസേനയാണ് എ ഹെൽപ്പ് എന്നുള്ളത്. എ ഹെൽപ്പ് ഉണ്ട്, അതുപോലെ തന്നെ വി ഹെൽപ്പ് ഉണ്ട്. വി ഹെൽപ്പ് ഉണ്ട്, അതുകൊണ്ട് മാറിപ്പോകരുത്. എ ഹെൽപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നമ്മുടെ മൃഗസംരക്ഷണ വകുപ്പ് കുടുംബശ്രീയുമായി ചേർന്ന് നടപ്പിലാക്കുന്ന പദ്ധതിയാണ് എ ഹെൽപ്പ് എന്നുള്ളത്. എന്തിനാന്ന് വെച്ചാൽ ഈ ക്ഷീര കർഷകർക്ക് ആവശ്യമുള്ള വിവരങ്ങളൊക്കെ ലഭ്യമാക്കുക, അതുപോലെ എല്ലാ സേവനങ്ങളും വീട്ടുപടിക്കൽ എത്തിക്കുക. ഈ ലക്ഷ്യത്തോടു കൂടി മൃഗസംരക്ഷണ വകുപ്പും കുടുംബശ്രീയും ചേർന്ന് രൂപീകരിച്ചിട്ടുള്ള കർമ്മസേനയാണ് എ ഹെൽപ്പ് എന്നുള്ളത്. എന്നാൽ വി ഹെൽപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ SSLC അതുപോലെ ഹയർ സെക്കൻഡറി എക്സാമുകളൊക്കെ എഴുതുന്ന കുട്ടികളുടെ മാനസിക സമ്മർദ്ദം കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ട് ആ വിദ്യാർത്ഥികൾക്കും രക്ഷാകർത്താക്കൾക്കും ആവശ്യമായിട്ടുള്ള പിന്തുണ നൽകുന്നതിന് വേണ്ടി പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ ഹയർ സെക്കൻഡറി വിഭാഗം ആരംഭിച്ചിട്ടുള്ള ഒരു ടോൾ ഫ്രീ ടെലിഫോൺ സഹായ കേന്ദ്രമാണ് വി ഹെൽപ്പ് എന്നുള്ളത്. വി ഹെൽപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്? അതായത് കുട്ടികളുടെ മാനസിക സംഘർഷം കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ഹെൽപ്പ് ലൈൻ നമ്പറാണ്.
ഒരു കേന്ദ്രമാണ്, സഹായ കേന്ദ്രമാണ്, ടെലിഫോൺ സഹായ കേന്ദ്രമാണ് വി ഹെൽപ്പ് എന്നുള്ളത്. എ ഹെൽപ്പ് എന്ന് പറഞ്ഞാൽ അത് മൃഗസംരക്ഷണ വകുപ്പും കുടുംബശ്രീയും ചേർന്നുകൊണ്ട് ഈ ക്ഷീര കർഷകർക്ക് വേണ്ട വിവരങ്ങളൊക്കെ ലഭ്യമാക്കുക, അതുപോലെ അവർക്ക് ആവശ്യമുള്ള സേവനങ്ങളെല്ലാം തന്നെ വീട്ടുപടിക്കൽ എത്തിക്കുക. ഇതിനു വേണ്ടിയിട്ട് ആരംഭിച്ച ഒരു കർമ്മസേനയാണ് എ ഹെൽപ്പ് എന്നുള്ളത്. വി ഹെൽപ്പ് എന്നുള്ളത് എക്സാം എഴുതാൻ പോകുന്ന SSLC ഹയർ സെക്കൻഡറി വിദ്യാർത്ഥികളുടെ മാനസിക സംഘർഷം കുറയ്ക്കാൻ, സമ്മർദ്ദം കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ട് ആരംഭിച്ചിട്ടുള്ള ഒരു ടെലിഫോൺ സഹായ കേന്ദ്രമാണ് വി ഹെൽപ്പ് എന്നുള്ളത്. രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകരുത്. അടുത്തത്, ഏറ്റവും കൂടുതൽ അടിയന്തര പ്രമേയ നോട്ടീസുകൾ ചർച്ച ചെയ്ത് റെക്കോർഡ് നേടിയ കേരള നിയമസഭയാണ് 15ാം കേരള നിയമസഭ എന്നുള്ളത്. ഏറ്റവും കൂടുതൽ അടിയന്തര പ്രമേയ നോട്ടീസുകൾ ചർച്ച ചെയ്ത് റെക്കോർഡ് നേടിയ കേരള നിയമസഭ 15ാം കേരള നിയമസഭയാണ്. ഇനി മത്സ്യഫെഡിന്റെ കീഴിൽ വലനിർമ്മാണശാലകൾക്ക് ആവശ്യമായിട്ടുള്ള ഗുണമേന്മയേറിയ നൈലോൺ നൂൽ ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനത്തെ ആദ്യ നൈലോൺ നൂൽ ഫാക്ടറി നിലവിൽ വന്നത് പറവൂർ ആലപ്പുഴയാണ്. അപ്പൊ നൈലോൺ നൂൽ ഫാക്ടറി വന്നതാണ് പറവൂർ ആലപ്പുഴ എന്ന് പറയുന്നത്. അവരെന്തിനു വേണ്ടിയിട്ടാണ് ഉൽപ്പാദിപ്പിക്കുന്നത്? നമ്മുടെ ഈ വല നിർമ്മാണത്തിന്റെ ആവശ്യത്തിന് വേണ്ടി, വല നിർമ്മാണത്തിനുള്ള ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് മത്സ്യഫെഡിന്റെ കീഴിൽ സംസ്ഥാനത്തെ ആദ്യത്തെ നൈലോൺ നൂൽ ഫാക്ടറി നിലവിൽ വന്നത് പറവൂര് ആലപ്പുഴയാണ്. ഇനി പ്രാദേശിക പ്രതിഭകളെ കണ്ടെത്തി ആധുനിക സാങ്കേതിക വിദ്യയിൽ പരിശീലനം നൽകുകയും തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുകയും ചെയ്യുക എന്ന ലക്ഷ്യത്തോടെ സംസ്ഥാനത്തെ ആദ്യത്തെ ക്യാമ്പസ് ഇൻഡസ്ട്രിയൽ പാർക്ക് പ്രവർത്തനം ആരംഭിച്ചത് കൊട്ടാരക്കര എഞ്ചിനീയറിംഗ് കോളേജ് കൊല്ലമാണ്. കൊട്ടാരക്കര എഞ്ചിനീയറിംഗ് കോളേജ് ഇൻഡസ്ട്രിയൽ പാർക്ക് നിലവിൽ വന്നത് നിങ്ങൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ടാവും. സംസ്ഥാനത്ത് ആദ്യത്തെ ക്യാമ്പസ് ഇൻഡസ്ട്രിയൽ പാർക്ക് നിലവിൽ വന്നത് കൊട്ടാരക്കര കൊല്ലമാണെന്ന് പഠിച്ചിട്ടുണ്ടാവും. കൊട്ടാരക്കര എഞ്ചിനീയറിംഗ് കോളേജ് കൊല്ലമാണെന്ന്. അതെന്തിനു വേണ്ടിയിട്ടാണ്? പ്രാദേശികമായിട്ട് പ്രതിഭകളെ കണ്ടെത്താനും അത്യാധുനിക സാങ്കേതിക വിദ്യയിൽ അവർക്ക് പരിശീലനം നൽകി തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നതിന് വേണ്ടിയിട്ടാണ് സംസ്ഥാനത്തെ ആദ്യ ക്യാമ്പസ് ഇൻഡസ്ട്രിയൽ പാർക്ക് കൊട്ടാരക്കര എഞ്ചിനീയറിംഗ് കോളേജിൽ ആരംഭിച്ചത്. ഇനി കാസർഗോഡ് കേന്ദ്ര സർവകലാശാലയുടെ പുതിയ ഭരണനിർവഹണ ആസ്ഥാന മന്ദിരം ഏത് വ്യക്തിയുടെ പേരിലാണ് അറിയപ്പെടുന്നത്, അല്ലെങ്കിൽ ഏത് വ്യക്തിയുടെ പേരിലാണ് നാമകരണം ചെയ്തിരിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഡോക്ടർ BR അംബേദ്കറിന്റെ പേരിലാണ്. കാസർഗോഡ് കേന്ദ്ര സർവകലാശാല ഉണ്ടെന്ന് അറിയാലോ. കേന്ദ്ര സർവകലാശാലയുടെ ഭരണനിർവഹണ ആസ്ഥാന മന്ദിരം ഏത് വ്യക്തിയുടെ പേരിലാണ് നാമകരണം ചെയ്തിട്ടുള്ളത്? BR അംബേദ്കറിന്റെ പേരിലാണ്. ആവശ്യക്കാർക്ക് ചോറ്റുപാത്രങ്ങളിൽ ഭക്ഷണം എത്തിക്കാൻ കുടുംബശ്രീ ആരംഭിക്കുന്ന ഓൺലൈൻ ഭക്ഷണ വിതരണ സംവിധാനമാണ് ലഞ്ച് ബെൽ എന്നുള്ളത്. ഇപ്പൊ അടുത്ത എക്സാമിന് ചോദിച്ചിട്ടുണ്ടായിരുന്നു ലഞ്ച് ബെൽ എന്നുള്ളത്. ലഞ്ച് ബെൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആവശ്യക്കാർക്ക് ചൂട്ടോട് കൂടി തന്നെ സ്റ്റീൽ പാത്രങ്ങളിൽ, അതും കൂടി ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ സാധാരണ ഇപ്പൊ എവിടെയെങ്കിലും ഫുഡ് വാങ്ങിക്കുകയാണെങ്കിൽ അവർ ഒരു പ്ലാസ്റ്റിക് ഇതിലാണല്ലേ പൊതിയ, അല്ലെങ്കിൽ ഒരു ഇല വെച്ചിട്ട്, ചിലപ്പോൾ മാത്രം ഇല വെക്കും, അല്ലാന്നുണ്ടെങ്കിൽ വെറുതെ ഒരു ഷീറ്റ് ഇട്ടിട്ട് അതിന് മുകളിലാണ് ചോറ് വിളമ്പുന്നത്. അപ്പൊ അതിന് പകരം സ്റ്റീൽ പാത്രങ്ങളിൽ നല്ല ചൂടുള്ള ചോറ് ആവശ്യക്കാർക്ക് കൃത്യസമയത്ത് എത്തിക്കാൻ വേണ്ടിയിട്ട് കുടുംബശ്രീ ആരംഭിച്ചിട്ടുള്ള ഒരു പദ്ധതിയാണ്, ഭക്ഷണ വിതരണ സംവിധാനമാണ് ലഞ്ച് ബെൽ എന്നുള്ളത്. അപ്പൊ ലഞ്ച് ബെൽ എവിടെയാണ് നിലവിൽ വന്നതെന്ന് ചോദിച്ചാൽ എവിടെയാണ്? കേരളത്തിലാണ് ലഞ്ച് ബെല്ല് ആരംഭിച്ചിട്ടുള്ളത്. കുടുംബശ്രീയാണ് ആരംഭിച്ചിട്ടുള്ളത്. ആവശ്യക്കാർക്ക് ചോറ്റുപാത്രത്തിൽ, അതായത് സ്റ്റീൽ പാത്രത്തിൽ ഉച്ചഭക്ഷണം എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള കുടുംബശ്രീയുടെ പദ്ധതിയാണ് ലഞ്ച് ബെൽ എന്നുള്ളത്. വാട്ടർ ബെൽ എന്താണ്? നേരത്തെ ലഞ്ച് ബെല്ലാണ്. വാട്ടർ ബെൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടികളെ, അതായത് നല്ല വേനൽ സമയത്ത് കുട്ടികളെ വെള്ളം കുടിക്കാൻ ഓർമ്മപ്പെടുത്താൻ വേണ്ടിയിട്ട്, അല്ലെ, അവരുടെ ഡീഹൈഡ്രേഷൻ തടയുന്നതിനൊക്കെ വേണ്ടിയിട്ട് വെള്ളം കുടിക്കാൻ ഓർമ്മപ്പെടുത്താൻ വേണ്ടിയിട്ട് ബെല്ലടിക്കുന്ന ഒരു സംവിധാനമാണ് വാട്ടർ ബെൽ എന്നുള്ളത്. അടുത്തത്, ജസ്റ്റിസ് ഫാത്തിമ ബീവിയുടെ ഓർമ്മയ്ക്കായിട്ട് ലൈബ്രറി നിലവിൽ വരുന്ന ജില്ലാ കോടതി പത്തനംതിട്ടയാണ്. ഫാത്തിമ ബീവിയുടെ ഓർമ്മയ്ക്കായിട്ട് ലൈബ്രറി നിലവിൽ വരുന്ന ജില്ലാ കോടതി പത്തനംതിട്ടയാണ്. അത് അവർ ജനിച്ചത് പത്തനംതിട്ട ജില്ലയിലാണ് ജനിച്ചത് ഫാത്തിമ ബീവി. അതുകൊണ്ട് അവിടുത്തെ പത്തനംതിട്ടയിലെ ജില്ലാ കോടതിയിലാണ് ഫാത്തിമ ബീവിയുടെ ഓർമ്മയ്ക്കായി ലൈബ്രറി നിലവിൽ വരുന്നത്. ഇനി പട്ടികവർഗ സങ്കേതങ്ങളിലെ ആദ്യ കൂൺ ഗ്രാമം പദ്ധതിക്ക് തുടക്കം കുറിച്ച പഞ്ചായത്ത് നന്ദിയോട് തിരുവനന്തപുരമാണ്. ഇമ്പോർട്ടന്റ് ആണ് കൂൺ ഗ്രാമം പദ്ധതി. അപ്പൊ ഈ കൂൺ എന്ന് പറയുമ്പോൾ എപ്പോഴും കുനിഞ്ഞു നിൽക്കുന്നതായിട്ട് ഓർക്കാൻ പറ്റുകയാണെങ്കിൽ എളുപ്പമാണ്. നമ്മൾ എപ്പോഴും അങ്ങനെയാണ് കണക്ട് ചെയ്യാറ്. കൂൺ എന്ന് പറയുമ്പോൾ കുനിഞ്ഞു നിൽക്കുന്നതായിട്ട്. അതായത് കൂണി കൾച്ചർ PSC ചോദിക്കാറുള്ളതാണ്. കൂണി കൾച്ചർ എന്തുമായി ബന്ധപ്പെട്ടതാണെന്ന്. കൂണി കൾച്ചർ എന്ന് പറഞ്ഞാൽ മുയൽ വളർത്തലാണ്. അപ്പൊ കൂൺ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ കുനിഞ്ഞു നിൽക്കല്ലേ. അപ്പൊ കൂണി കൾച്ചർ എന്ന് പറയുമ്പോൾ ഈ കുനിഞ്ഞു നിൽക്കുന്ന മൃഗം ഏതാണ്?
മുയലല്ലേ, മുയൽ നിങ്ങൾ കണ്ടിട്ട് ഇങ്ങനെ കുനിഞ്ഞു നിൽക്കുന്നതായിട്ട് നിങ്ങൾക്ക് തോന്നില്ലേ? നിങ്ങൾ അങ്ങനെ ചിന്തിച്ചു നോക്കിയേ. ഈ മുയൽ നിൽക്കുന്ന ഷേപ്പ് എന്ന് പറയുന്നത് കുനിഞ്ഞു നിൽക്കുന്ന ഒരു ഷേപ്പാണല്ലേ. അപ്പൊ കൂൺ എന്ന് പറയുമ്പോൾ കുനിഞ്ഞെന്ന് ഓർക്കാൻ പറ്റുകയാണെങ്കിൽ നല്ലതാണ്, കണക്ട് ചെയ്യാം. അപ്പൊ കൂണി കൾച്ചർ എന്ന് പറഞ്ഞാൽ മുയൽ വളർത്തലാണ്. അതുപോലെ ഈ കൂൺ ഗ്രാമം പദ്ധതി നമ്മൾ സാധാരണ ഇങ്ങനെ കുനിഞ്ഞ് നിൽക്കാൻ നന്ദി പറയുമ്പോഴല്ലേ, പണ്ട് കാലത്തൊക്കെ രാജാക്കന്മാരുടെ മുന്നിലൊക്കെ ഈ നന്ദിയോടുകൂടി നിൽക്കുന്നത് കണ്ടിട്ടില്ലേ, ഇങ്ങനെ കുനിഞ്ഞല്ലേ. അപ്പൊ കുനിഞ്ഞ് നിൽക്കുന്നത് നന്ദി പറയുമ്പോഴാണ്, അല്ലെങ്കിൽ നന്ദിയോടെയാണ് നമ്മൾ കുനിഞ്ഞ് നിൽക്കുക, നന്ദിയോടെയാണ് കുനിഞ്ഞ് നിൽക്കുക. അപ്പൊ നന്ദിയോടാണ് കൂൺ ഗ്രാമം ആദ്യത്തെ. അപ്പൊ നിങ്ങൾക്ക് ഇങ്ങനെ പറയുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് കിട്ടിയില്ലെങ്കിലും ഓപ്ഷനിൽ കാണുമ്പോൾ കിട്ടും. കൂൺ ഗ്രാമം എന്ന് പറയുമ്പോൾ കുനിഞ്ഞ് നിൽക്കുക, നന്ദിയോടെയാണ് കുനിഞ്ഞ് നിൽക്കുക. അപ്പൊ നന്ദിയോട് തിരുവനന്തപുരമാണ് ആദ്യ കൂൺ ഗ്രാമം പദ്ധതിക്ക് തുടക്കം കുറിച്ച പഞ്ചായത്ത് എന്ന് പറയുന്നത്. ഇനി എൻഡോസൾഫാൻ ദുരിതബാധിതരുടെ സമ്പൂർണ്ണ പുനരധിവാസം ലക്ഷ്യമിട്ടുകൊണ്ട് സാമൂഹ്യനീതി വകുപ്പ് വിഭാവനം ചെയ്ത എൻഡോസൾഫാൻ പുനരധിവാസ ഗ്രാമം സഹജീവനം സ്നേഹഗ്രാമം. ആ പുനരധിവാസ ഗ്രാമത്തിന്റെ പേരാണ് സഹജീവനം സ്നേഹഗ്രാമം എന്നുള്ളത്. സാമൂഹ്യനീതി വകുപ്പിന്റെ പദ്ധതിയാണ് എൻഡോസൾഫാൻ ദുരിതബാധിതരുടെ സമ്പൂർണ്ണ പുനരധിവാസം ലക്ഷ്യമിട്ടുകൊണ്ട് സാമൂഹ്യനീതി വകുപ്പ് വിഭാവനം ചെയ്ത എൻഡോസൾഫാൻ പുനരധിവാസ ഗ്രാമമാണ് സഹജീവനം സ്നേഹഗ്രാമം എന്നുള്ളത്. ഇനി ലോകാരോഗ്യ സംഘടന വയോജന സൗഹൃദ നഗരമായിട്ട് പ്രഖ്യാപിച്ച ദക്ഷിണേഷ്യയിലെ ആദ്യത്തെ നഗരം കൊച്ചിയാണ്. ലോകാരോഗ്യ സംഘടന വയോജന സൗഹൃദ നഗരമായിട്ട് പ്രഖ്യാപിച്ച ദക്ഷിണ ഇന്ത്യയല്ല, ദക്ഷിണ ഏഷ്യയിലെ ആദ്യത്തെ നഗരം കൊച്ചിയാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, അത് മുമ്പും ചോദിച്ചിട്ടുണ്ട്, ഇനിയും ചോദിക്കാൻ സാധ്യതയുണ്ട്. ലോകാരോഗ്യ സംഘടന വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ വയോജന സൗഹൃദ നഗരമായി പ്രഖ്യാപിച്ച ദക്ഷിണ ഏഷ്യയിലെ ആദ്യത്തെ നഗരം കൊച്ചിയാണ്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ എടുക്കുന്നത്. ഒരു ക്ലാസ്സിലും കൂടിയും എടുക്കാനുള്ള കറണ്ട് അഫയേഴ്സ് ഉണ്ട്. അതായത് 2024 കേരളത്തിലെ സംഭവിച്ച എല്ലാ പ്രധാനപ്പെട്ട കാര്യങ്ങളും പറയുന്നുണ്ടല്ലേ. അപ്പൊ നമുക്കിതെന്ന് പറയുന്നത് മാർക്ക് ഉറപ്പിക്കാൻ പറ്റുന്ന ഒരു മേഖലയാണ്. അപ്പൊ നിങ്ങൾക്ക് കൃത്യമായിട്ട് ഇത് പഠിച്ചു കഴിഞ്ഞാൽ മാർക്ക് എവിടെയും പോകില്ല. അപ്പൊ അടുത്തൊരു ക്ലാസ്സോട് കൂടി നമ്മൾ ഈ ഭാഗം കംപ്ലീറ്റ് ചെയ്യുന്നതായിരിക്കും. അതായത് 2024 കേരളത്തിൽ സംഭവിച്ച കാര്യങ്ങൾ 2 ക്ലാസ്സോട് കൂടി നമ്മൾ കംപ്ലീറ്റ് ചെയ്യുന്നതായിരിക്കും. ഇന്നത്തെ ക്ലാസ് ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുകയാണ്. ഞാൻ എടുത്തപ്പോൾ തന്നെ പകുതി കാര്യങ്ങൾ നിങ്ങൾക്ക് പഠിക്കാൻ സാധിച്ചു എന്ന് പ്രതീക്ഷിക്കുന്നു. ഇനി ഒന്നും കൂടി നിങ്ങൾ 2 തവണ റിവിഷൻ ചെയ്ത് കഴിഞ്ഞാൽ ഈ പഠിച്ച കാര്യങ്ങളെല്ലാം നിങ്ങളുടെ മനസ്സിൽ നന്നായി ഉറച്ചുകൊള്ളും. നിങ്ങൾക്ക് എക്സാമിന് ഒരു കാരണവശാലും മറന്നും പോകില്ല. അപ്പോൾ ഇന്നത്തെ ക്ലാസ് എൻ്റെ അഭിപ്രായം എന്താണെങ്കിലും നിങ്ങളത് കമൻറ്റ് ചെയ്യണം. നല്ല കാര്യങ്ങളാണെങ്കിലും മോശം കാര്യങ്ങളാണെങ്കിലും ഞാൻ എടുക്കുന്നതിലെ നല്ല വശങ്ങളാണെങ്കിലും ചീത്ത വശങ്ങളാണെങ്കിലും എല്ലാം നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുമെന്ന പ്രതീക്ഷയോട് കൂടി തന്നെ നിർത്തുന്നു. നന്ദി.